ഞാൻ കഴിഞ്ഞ ദിവസം 6 കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്. 1 ജോയ്ഫുൾ ഇൻറ്റിമസി, 2 ഗ്ലാഡ് സറണ്ടർ, 3 കോംപ്ലക്സ് സിംപ്ലിസിറ്റി, ഗ്രേഷ്യസ് സെൽഫ് ആക്സെപ്റ്റൻസ്, മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, പാഷനേറ്റ് മിഷൻ. അതിനകത്ത് നമ്മൾ റിലേഷണൽ പേഴ്സൺഹുഡ് എന്നുള്ള വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ റിലേഷനിൽ ഗ്ലാഡ് സബ്മിഷൻ, സന്തോഷപൂർവ്വമുള്ള പരസ്പര സമർപ്പണം, ത്രിയേക ദൈവത്വത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അതേക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ ത്യാഗപൂർണമായ ആ സ്നേഹം, സാക്രിഫിഷ്യൽ ലവ്, ത്യാഗപൂർണമായ ആ സ്നേഹത്തെ വരച്ചു കാണിക്കുവാൻ ബൈബിൾ, പുതിയ നിയമ എഴുത്തുകാർ ഉപയോഗിക്കുന്നത്, ഹായ് ഷെൽബി വർക്കി, മാത്യു പോൾ, താങ്ക് യു, പുതിയ നിയമ എഴുത്തുകാർ ഉപയോഗിക്കുന്നത് ക്രിസ്തുവിന്റെ ക്രൂശുമരണമാണ്. ക്രിസ്തുവിന്റെ ക്രൂശുമരണം. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശം മാനിഫെസ്റ്റ് ദ ലവ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. അപ്പൊ ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നതിൽ നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് വരച്ചു കാണിക്കുകയാണ്, ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയാണ്. റോമാലേഖനത്തിൽ മാത്രമല്ല, അത് യോഹന്നാന്റെ 1-ാം ലേഖനം, 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 4-ാം അധ്യായം 10-ാം വാക്യം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ, അപ്പൊ ദൈവം സ്നേഹിച്ച ഒരു വിധമാണ്. ഹായ്, താങ്ക് യു ഗ്ലാഡ്സൺ കരോട്ട്, ലിനു കെ ജോൺ, ബിനിൽ എബ്രഹാം, ക്രിസ് ആൻഡ് തോമസ്, അനീഷ് കെ ഉമ്മൻ, ബിന്നി തോമസ്, ജോസഫ് എടക്കാട്ടിൽ സാർ, രതീഷ് എലപ്പാറ, പാസ്റ്റർ ജെസി മാങ്ങാനം, ആൽഫസ് ആന്റണി, so many Wagmore Santosh, so many friends are watching. Thank you friends. നമ്മുടെ ജോസഫ് എടക്കാട്ടിൽ മലപ്പുറത്തുള്ളൊരു അധ്യാപകനാണ്. അദ്ദേഹം നല്ലൊരു സുവിശേഷകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ലൈവ് വീഡിയോകളുണ്ട്, വളരെ അനുഗ്രഹമാണ്. അദ്ദേഹം ജോയിൻ ചെയ്തതിൽ സന്തോഷമുണ്ട്. നിങ്ങളിൽ സമയമുള്ളവർ അദ്ദേഹത്തിന്റെ വീഡിയോയും കാണുക, വളരെ നല്ലതായിരിക്കും. 1 യോഹന്നാൻ 4:10 പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം തന്റെ പുത്രനെ അയച്ചതിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പിതാവ് സകലതും നഷ്ടപ്പെടുത്തുകയാണ്. കാരണം ഏകജാതനായ പുത്രനെ നഷ്ടപ്പെടുത്തി. അപ്പൊ നമ്മൾ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. സ്നേഹത്തിന്റെ മെഷർ ഓഫ് ലവ്, സ്നേഹത്തിന്റെ അളവ്. ഇപ്പൊ നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു, എത്ര സ്നേഹിച്ചു? അപ്പൊ സ്നേഹത്തെ അളക്കാൻ പറ്റുമോ? അപ്പൊ സ്നേഹത്തെ അളക്കാൻ പറ്റും. സ്നേഹത്തെ അളക്കേണ്ട പാരാമീറ്റർ നഷ്ടമാണ്. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു, എത്ര നഷ്ടം വന്നു? ഞാൻ ഇന്നയാളെ സ്നേഹിച്ചു, എത്ര സ്നേഹിച്ചു എന്നറിയണമെങ്കിൽ എത്ര നഷ്ടം വന്നു. അപ്പൊ സ്നേഹത്തിന്റെ അളവുകോൽ നഷ്ടത്തിന്റെ അളവുകോലാണ്, നഷ്ടമാണ്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ സമയം നഷ്ടപ്പെടും, കാത്തിരിപ്പ്, വെയിറ്റിംഗ്. ഒരാളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടും, നിങ്ങളുടെ പണം നഷ്ടപ്പെടും, ചിലപ്പോൾ നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടും. ചില ആളുകളായിട്ട് ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ഡിഗ്നിറ്റിയെ കുറയ്ക്കും. എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ ആളുമായിട്ട് കൂട്ടുകൂടരുത്, ബന്ധം സ്ഥാപിക്കരുത്, ഡിഗ്നിറ്റിക്ക് കുറവാണ്. ഞാൻ ഇന്നു വരെ അങ്ങനെയുള്ള ഒരു ഉപദേശവും സ്വീകരിച്ചിട്ടില്ല. കാരണം സ്നേഹം നഷ്ടമാണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ, നമുക്ക് ഗെയിനുള്ള ആളെ മാത്രം സ്നേഹിക്കാൻ പറഞ്ഞത് സ്നേഹമല്ല, ദാറ്റ് ഈസ് ബിസിനസ്. അപ്പൊ നമുക്ക് എന്ത് നഷ്ടപ്പെടുത്താൻ കഴിയും? നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതാണ്, എനിക്കെന്ത് കൊടുക്കാൻ കഴിയും, എനിക്കെന്ത് നഷ്ടപ്പെടുത്താൻ കഴിയും. അപ്പൊ ആ നഷ്ടപ്പെടുത്തുന്നതാണ് ആ സ്നേഹത്തിന്റെ അളവുകൾ. ചില ആളുകളുണ്ട് വളരെ ഇംപേഷ്യന്റ്, ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷെ 1 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 1 മിനിറ്റ് ലേറ്റ് ആലുടനെ അങ്ങ് ചൂടാകും. അപ്പൊ അത് സ്നേഹമല്ല. സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിന്റെ ആ ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ഉണ്ട്.
നമ്മുടെ വിഷയമായിട്ട് ബന്ധം എന്നുള്ളതല്ലെങ്കിൽ ഞാൻ ആ ചാപ്റ്റർ വായിക്കാം. നമുക്കെല്ലാം വളരെ പരിചയമുള്ളതാണ്. ഞാൻ എപ്പോഴും ഞങ്ങളുടെ ചർച്ചിൽ പറയും, എല്ലാവരും അത് കാണാതെ പഠിക്കണമെന്ന്, ബൈഹാർട്ടാക്കണം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുമ്പോൾ എനിക്കിത് ബൈഹാർട്ടായിട്ട് അറിയാമെങ്കിൽ പിന്നെ തന്നെ ഞാൻ ബൈബിൾ തുറക്കുന്നത്. നമ്മൾ ഈ സ്ക്രിപ്ചർ റീഡ് ചെയ്യുമ്പോൾ ബൈബിൾ തുറന്ന് വായിക്കുന്നതാണ് അതിൻ്റെ രീതി, ശരിയായ രീതി. അതൊരു അന്ധവിശ്വാസമല്ല, നിങ്ങളത് മനസ്സിലാക്കണം. യേശു കർത്താവ് നസറേത്തിലെ പള്ളിയിൽ ചെന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അപ്പോൾ അവൻ പുസ്തകം വിടർത്തിയിട്ട് വായിച്ചു. അതാണ് ട്രഡീഷണൽ വേ ഓഫ് റീഡിങ് സ്ക്രിപ്ചേഴ്സ്. അപ്പൊ യേശു അവതരിച്ച വചനമാണ്. യേശുവിന് വേണേ പറയടാ, എനിക്ക് ഈ ചുരുളൊന്നും വേണ്ട, ഞാനങ്ങ് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് യേശുവിന് വേണേ. അപ്പൊ അത് ചില ആളുകളുണ്ട് അങ്ങനെ മിടുക്കരാകുന്നത്. എനിക്ക് വാക്യങ്ങളെല്ലാം കാണാതെ അറിയാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വാക്യങ്ങൾ കാണാതെ പറഞ്ഞ്, കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ സ്ക്രിപ്ചർ ഞാൻ പറയുന്നതൊരു നിയമമൊന്നുമല്ല, നിങ്ങൾക്ക് വേണ ഒരു അഡ്വൈസായിട്ട് സ്വീകരിക്കാം. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാകും. നിങ്ങൾ സ്ക്രിപ്ചർ വായിക്കുമ്പം 2 കാര്യം ചെയ്യണം. ഒന്ന്, നിങ്ങൾ വായിക്കുന്ന ആ ഭാഗത്തെ സ്പർശിച്ചുകൊണ്ടും ശബ്ദം ഉയർത്തിയും വായിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ സ്ക്രിപ്ചർ വായിക്കേണ്ട രീതി. അപ്പോൾ ഈ വായിക്കുന്ന ഭാഗത്ത് നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് വ്യത്യാസം വരും. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. തുടർന്ന് പൗലോസ് പറയാണ്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. ലവ് കീപ്സ് നോ അക്കൗണ്ട് ഓഫ് റോങ്സ്. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. ഇതാണ് സ്നേഹത്തെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ. അപ്പൊ സ്നേഹത്തിന്റെ ഒരു മെഷർമെന്റ് നഷ്ടത്തിന്റെ അളവുകോലാണ്. ഞാനിവിടെ പറഞ്ഞ പിതാവ് സ്നേഹിച്ചപ്പോ ഏകജാതനെ നഷ്ടപ്പെടുത്തി. റോമാലേഖനം 8:32. റോമാലേഖനം 8:32. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അപ്പോ ദൈവത്തിന്റെ ഏകജാതനായ, ദൈവത്തിന്റെ മാർവിടത്തിൽ പ്രമോദിച്ചുകൊണ്ടിരുന്ന ആ ദൈവത്തിന്റെ പുത്രനെ ദൈവം നഷ്ടപ്പെടുത്തി. ഇനി യേശുവിലേക്ക് നോക്കുക, പുത്രനിലേക്ക് നോക്കുക. അപ്പൊ പിതാവ് പുത്രനെ നഷ്ടപ്പെടുത്തി. പുത്രനെ നോക്കുക. പുത്രൻ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. അപ്പം യേശു ഒരിക്കലും സ്വന്തം ഹിതം അന്വേഷിച്ചില്ല. അയച്ചവന്റെ ഇഷ്ടം. അതെത്ര വലിയ ത്യാഗമാണ്. ഇപ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിലും ഭാര്യയും ഭർത്താവും വരുമ്പോൾ ഭർത്താവിന്റെ ഇഷ്ടം അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ഭാര്യ, അല്ലെ ഭാര്യയുടെ ഇഷ്ടം അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഭർത്താവ്. ഇപ്പം നമുക്കിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാഷ് സ്വന്തം ഇഷ്ടമാണ്, സ്വന്തം ഹിതമാണ്. നമ്മൾ സ്വന്തം ഹിതം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ട്രിനിറ്റിയിൽ കാണുന്നത്, അതായത് തൃത്വത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ത്രിയേക ദൈവം നമ്മിൽ റിഫ്ലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു, യേശു നമ്മിൽ വസിക്കുന്നു. യേശു കർത്താവിന് പറഞ്ഞു, ഞാനും പിതാവും ഒരുമിച്ച് എന്ന് അവനോടുകൂടെ വസിക്കും. അപ്പൊ ആക്ച്വലി ട്രിനിറ്റിയാണ് നമ്മിൽ വസിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് മാത്രമല്ല, ട്രിനിറ്റിയാണ് നമ്മിൽ വസിക്കുന്നത്. അപ്പൊ ട്രിനിറ്റി നമ്മിൽ വസിക്കുമ്പോൾ ആ ട്രിനിറ്റി നമ്മിൽ റിഫ്ലക്ട് ചെയ്യണം. അതിനാണ് ഈ സ്ക്രിപ്ചറിൽ ഇതെല്ലാം പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രിനിറ്റി റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തം ഹിതം അന്വേഷിക്കുന്നത് അവസാനിക്കും. ഇപ്പൊ ട്രിനിറ്റിയിൽ അങ്ങനെയാണ്, സ്വന്തം ഹിതമല്ല. അപ്പൊ പുത്രൻ പറയാണ്, ഞാൻ എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:19. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രന് ഔവണ്ണം തന്നെ ചെയ്യുന്നു. ഇനി അതിന്റെ 6:38. യോഹന്നാന്റെ സുവിശേഷം 6:38. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്.
ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ. ഇതാണ് ആ 3.5 വർഷം യേശു നമുക്ക് കാണിച്ചത്. എന്നിട്ട് അവസാനത്തെ മോമെന്റിൽ ഗതസമന തോട്ടത്തിൽ ഇരുന്നു യേശു പറയുന്നത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. അപ്പൊ ആ വിൽ ഓഫ് ഫാദർ, ഇത് നഷ്ടമാണ്. ഇതാണ് നമ്മൾ പറയുന്നത് ത്യാഗപൂർണമായ ആ സ്നേഹം, സാക്രിഫിഷ്യൽ ലവ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പിതാവിനെയും പുത്രനെയും മഹത്വപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഇതാണ് ഹോളി സ്പിരിറ്റ് ചെയ്യുന്നത്. ഹോളി സ്പിരിറ്റ് പിതാവിനെയും പുത്രനെയും മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ സെൽഫ് ഗിവിങ്ങും മ്യൂച്വൽ ഡെഫറൻസുമാണ്. സ്വയം നൽകലും പരസ്പരം ബഹുമാനവുമാണ്, പരസ്പരം ആദരിക്കുകയാണ്. ഇപ്പൊ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നിങ്ങൾ നോക്കുമ്പോൾ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് അധികമില്ല. ഇന്നലെ എന്നോട് ഒരാള് മെസ്സേജ് ചോദിച്ചാ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് അധികമില്ല നമുക്ക് ഇവിടെ നോക്കുമ്പോൾ. അപ്പൊ അതെന്താണ്? പരിശുദ്ധാത്മ. അപ്പൊ ഞാൻ പറഞ്ഞ അത് തന്നെ. കാരണം ഈ സ്ക്രിപ്ചർ എഴുതിയതാരാണ്? ഇൻസ്പയർഡ് ബൈ ഹോളി സ്പിരിറ്റ് ആണ്. ഹോൾ സ്ക്രിപ്ചർ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്, ദൈവത്തിന്റെ ശ്വാസമാണ്. അത് ഹോളി സ്പിരിറ്റിനാൽ ഇൻസ്പയർഡ് ആയിട്ടാണ്. അപ്പൊ ഹോളി സ്പിരിറ്റ് ഇൻസ്പയർഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഏറ്റവും കുറവ് ഇതിനകത്ത് വന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? അതായത് ഈ ന്യൂ ടെസ്റ്റ്മെന്റ് റൈറ്റേഴ്സിനെ എല്ലാം ഇൻസ്പയർ ചെയ്തത് ഹോളി സ്പിരിറ്റ് ആണ്. അപ്പൊ ഈ ഹോളി സ്പിരിറ്റ് ഇൻസ്പയർഡ് ചെയ്ത് എഴുതിക്കുന്നത് കൊണ്ടാണ് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് കുറച്ച് എഴുതിച്ചത്. ഇപ്പൊ നമ്മളൊക്കെ ഇൻസ്പയർ ചെയ്ത് എഴുതിക്കുകയാണെങ്കിൽ എല്ലാം മൊത്തം ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളെ പറ്റിയായിരിക്കും. പിതാവിനെ പറ്റിയും പുത്രനെ പറ്റിയും ഒന്നും കാണത്തില്ല. പക്ഷെ ഹോളി സ്പിരിറ്റ്, അപ്പൊ അത് തന്നെയാണ് ആ ത്യാഗപൂർണമായ സ്നേഹത്തിന്റെ, അല്ലെങ്കിൽ ആ താഴ്മയുടെ, ഹ്യൂമിലിറ്റി, ഹംബിൾനെസ് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിലുള്ളതാണ്. അത് ക്രിസ്തു മാത്രം കാണിച്ചതല്ല. താഴ്മ, പരിശുദ്ധാത്മാവിന്റെ ഒരു താഴ്മയാണ് നമ്മൾ ഈ സ്ക്രിപ്ചറിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കുറച്ച് മാത്രം കാണുന്നത്. അത് ഈ സൃഷ്ടികർമ്മത്തിലും വീണ്ടെടുപ്പിലും മാത്രമല്ല, നിത്യത മുതൽ അവരിൽ കാണുന്നതാണ് ഈ പരസ്പര സ്നേഹവും ഐക്യവും സമർപ്പണവും. അപ്പൊ അതാണ് ത്രിയേക ദൈവം, അതാണ് നമ്മിൽ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ദൈവശാസ്ത്രജ്ഞനാണ് ജെഫ്രി വെയിൻറൈറ്റ് എന്ന് പറയുന്നത്. ജെഫ്രി വെയിൻറൈറ്റ്. അപ്പൊ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദ ഡിവൈൻ പേഴ്സൺസ് എംപ്റ്റി ദംസെൽവ്സ് ഇൻടു ഈച്ച് ആൻഡ് റിസീവ് ഈച്ച് അതേഴ്സ് ഫുൾനെസ് എന്ന് പറഞ്ഞാൽ, ദൈവിക വ്യക്തികൾ തങ്ങളെ തന്നെ ശൂന്യമാക്കി അപരന്റെ പൂർണ്ണതയെ സംവഹിക്കുന്നു. അപ്പൊ ഇത് വലിയൊരു മർമ്മമാണ്. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്വയം ശൂന്യമാക്കുകയാണ്. അപ്പൊ സ്വയം ബോസ്റ്റ് ചെയ്യല്ല, എന്നിട്ട് അടുത്ത ആളുടെ പൂർണ്ണതയിൽ ആ പൂർണ്ണതയെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അത് നമ്മൾ വളരെ മനസ്സിലാക്കണം. അവരുടെ ആ വ്യക്തിത്വം, ഡിസ്റ്റിങ്റ്റീവ് ഐഡന്റിറ്റീസ്, വ്യതിരിക്തമായ വ്യക്തിത്വങ്ങൾ പ്രാഥമികമായി പ്രദർശിപ്പിക്കപ്പെടുന്നത് മറ്റേ ആളുടെ ആശ്രിതത്വത്തിലാണ്. ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യതിരിക്തരായ 3 വ്യക്തികളാണ്, ഡിസ്റ്റിങ്റ്റീവ് പേഴ്സൺസ് ആണ്. ഈ 3 വ്യതിരിക്ത വ്യക്തികളും അവരുടെ വ്യക്തിത്വത്തെ
കണ്ടെത്തുന്നത് അപരനിൽ നിന്നാണ്, അപരനോടുള്ള ബന്ധത്തിലാണ്. Each finds his personhood by being subject to others and allow his identity to be established by others. ഇപ്പൊ പിതാവിന്റെ വ്യക്തിത്വം നിർവചിക്കപ്പെടുന്നത് പുത്രനോടുള്ള ബന്ധത്തിലാണ്. കാരണം പിതാവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പിതാവിന്റെ ഐഡന്റിറ്റി ഡിഫൈൻ ചെയ്യപ്പെടുന്നത് പുത്രന്റെ പിതാവ് എന്ന നിലയ്ക്കാണ്. അതായത് റിലേഷണലാണ്. ആ ബന്ധത്തിലൂടെയാണ് അത് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ത്രിയേക ദൈവത്വത്തിലെ വ്യക്തികൾ ട്രയൂൺ പേഴ്സൺസ് ആർ നോട്ട് സെൽഫ് ആക്ച്വലൈസ്ഡ് നോട്ട് ത്രൂ സെൽഫ് അസേർഷൻ ബട്ട് ത്രൂ സെൽഫ് ഗിവിംഗ് ആൻഡ് സെൽഫ് സറണ്ടർ. അപ്പൊ ഈ ആത്മസാക്ഷാത്കാരം ഇപ്പൊ എല്ലാ മനുഷ്യന്റെയും ഓരോ മനുഷ്യന്റെയും ആത്യന്തികവും ഉത്കടലവുമായ അഭിവാഞ്ച ആത്മസാക്ഷാത്കാരം എന്നുള്ളതാണ്. അതൊരു ഫിലോസഫിക്കൽ ടോപ്പിക്കാണ്, തത്വചിന്താപരമായ കാര്യമാണ്. എല്ലാ വ്യക്തികൾക്കും ഇതുണ്ട്, പക്ഷെ അതിനെ വാഗ്രൂപത്തിലാക്കാൻ പലർക്കും അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ ആത്മസാക്ഷാത്കാരം ഇപ്പോ ഈ തൃത്വത്തിലെ വ്യക്തികൾ, ത്രിയേക ദൈവത്തിലെ വ്യക്തികൾ സ്വത്വനിർദ്ധാരണത്തിലൂടെ അല്ല ആത്മസാക്ഷാത്കാരം നേടുന്നത്. സ്വയം സമർപ്പണത്തിലൂടെയും സ്വയം കീഴടങ്ങലിലൂടെയും ആത്മസാക്ഷാത്കാരം നേടുകയാണ്. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പൊ ആ പിതാവ് പുത്രന്റെ പിതാവ് എന്ന നിലയ്ക്ക് സെൽഫ് ആക്ച്വലൈസ് ചെയ്യാണ്. പിതാവ് എന്ന നിലയ്ക്കാണ് അറിയപ്പെടുന്നത്. അല്ല വേറൊരു പേര് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, ദൈവത്തിന്റെ പേര്. ചില ആളുകൾ യഹോവ എന്ന് പറഞ്ഞൊക്കെ വാദിക്കുന്നുണ്ട്. അപ്പൊ യഹോവ എന്നൊരു പേര് ബൈബിളിലില്ല. ദൈവം അങ്ങനെ ഒരു പേരല്ല വെളിപ്പെടുത്തുന്നത്. അത് ഞാൻ അടുത്ത ദിവസങ്ങളായി ദൈവത്തിന്റെ നാമം എന്താണെന്നുള്ളതിനെ കുറിച്ച്, പ്രത്യേകിച്ച് യേശുനാമക്കാരുമായിട്ടുള്ളൊരു ഡിബേറ്റൊക്കെ ഇവിടെ നടന്നിരുന്നു. ഒരു കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു. അതിൽ പെന്തക്കോസ്ത് നമ്മുടെ പക്ഷത്തു നിന്ന് ഡിബേറ്റ് ചെയ്തിരിക്കുന്നവർ അത്ര പരിപൂർണമായി വിജയിച്ചു എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം അതിനകത്ത് ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ്, പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും ഈ നാമം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതോടുകൂടെ അവരുടെ ഉപദേശം പൊളിഞ്ഞു പോകും. അപ്പൊ അതിന് പകരം നേരെ അങ്ങ് തർക്കത്തിലേക്ക് പ്രവേശിക്കായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ നാമം എന്താണ്, അതേക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. യേശുനാമക്കാരുടെ ഉപദേശം വെറും പരാജയമാണ്. അവര് ആ ഡിബേറ്റ് ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇത് ഒരു ആഘോഷമൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ ഈ മറ്റു പല വിഷയങ്ങളുടെ തിരക്കിലായതുകൊണ്ട് അത് നമ്മൾ അടുത്ത ദിവസം ആ നാമത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ തൃത്വത്തിലെ വ്യക്തികൾ സ്വത്വനിർദ്ധാരണത്തിലൂടെ, ഇപ്പൊ ഈ മലയാളത്തിൽ പറഞ്ഞു കഴിയുമ്പോഴേക്കും അതിന് എളുപ്പം ഇംഗ്ലീഷ് പറയുമായിരിക്കും. സെൽഫ് അസേർഷൻ എന്നാണ് പറഞ്ഞത്. അത് മലയാളം പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ വരും. സ്വത്വനിർദ്ധാരണത്തിലൂടെ അല്ല അവർ ആത്മസാക്ഷാത്കാരം നേടുന്നത്. അവർ സ്വയം കീഴടങ്ങലിലൂടെയും സ്വയം സമർപ്പണത്തിലൂടെയുമാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ്, നമുക്കൊരു പേരൊക്കെ ഉണ്ടാക്കണം, നമുക്കൊരു വ്യക്തിത്വം വേണം, ഐഡന്റിറ്റി വേണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മൾ സാധാരണ ലോകത്തെല്ലാ മനുഷ്യരും ചെയ്യുന്നത്. അപ്പൊ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇനിയിപ്പോ ആത്മീകം എന്താ? ആത്മീകം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഏത് മതവും ആയിക്കോട്ടെ, ശരിക്കും ആത്മീകം എന്ന് പറഞ്ഞാൽ ആത്മാന്വേഷണമാണ്. ആത്മാന്വേഷണം എന്ന് പറഞ്ഞാൽ സ്വയം കണ്ടെത്തുക, സ്വയത്തെ കണ്ടെത്തുക. അപ്പൊ നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണമാണ് ആത്മീയം. അത് ഹിന്ദു മതമായാലും ഏത് മതമായാലും അവരെല്ലാവരും പലരും പല രീതിയിലാണ് കണ്ടെത്തുന്നത്. അപ്പൊ നമ്മൾ ആ കണ്ടെത്തലാണ് ഏറ്റവും വലിയ ആത്മീക വിജയം. അപ്പൊ ഗുരുക്കന്മാരും സന്യാസിമാരും മതസ്ഥാപകരും ഒക്കെ അതിനാണ് ആളുകൾ ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫിലോസഫറും മതസ്ഥാപകരും. പക്ഷെ ശ്രീബുദ്ധൻ പോലും പറഞ്ഞത് അവസാനം ഞാൻ ഇരുട്ടില്ല എന്നാണ്. അദ്ദേഹം കണ്ടെത്തിയില്ല. അപ്പൊ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല.
എന്നാൽ താൻ ഇരുട്ടില്ല എന്നല്ല, താൻ തന്നെ വെളിച്ചമാണെന്നും, താൻ കണ്ടെത്തിയെന്നല്ല, താൻ തന്നെ വാതിലാണെന്നും, താനാണ് വഴിയെന്നും പറഞ്ഞത് ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുവാണ്. അപ്പൊ ഈ ലോകത്തിലെ മതങ്ങളും ഈ മഹർഷിമാരും സന്യാസിമാരും ലോകത്തിലെ ജ്ഞാനികളും തത്വചിന്തകരും എല്ലാം അന്വേഷിച്ചതും പരതിയതും ആ തങ്ങളെ കണ്ടെത്താനാണ്. ആ കണ്ടെത്തലിൽ ആരും വിജയിച്ചിട്ടില്ല. പക്ഷെ അതിൽ വിജയിച്ചിട്ട് താൻ തന്നെയാണ് വെളിച്ചം എന്ന് പറഞ്ഞ്, അപ്പൊ മരിക്കാൻ സമയത്തും ഞാൻ ഇരുട്ടില്ല എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. അതാണ് ക്രിസ്തുവും ബുദ്ധനുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ ആ ആത്മാന്വേഷണം, അതാണ് ആത്മീകത. അപ്പൊ യേശു അതിന് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, മർക്കോസിന്റെ സുവിശേഷം 8:34. പിന്നെ അവൻ പുരുഷാരത്തിൽ തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഇതൊരു സ്പിരിച്വൽ സീക്രട്ടാണ്, ആത്മീക രഹസ്യം. യേശു തന്റെ പുരുഷാരത്തെ അടുക്ക വിളിച്ചിട്ട് പറയുകയാണ്. നമുക്ക് അത് ഭാവന കാണാൻ പറ്റി. അടുക്ക വിളിച്ചിട്ട് പറയാന്ന് പറഞ്ഞാൽ ഒരു രഹസ്യം പറയുന്ന പോലെ ഒരു ഇന്റിമസിയിൽ ഇങ്ങനെ പ്രസംഗിക്കല്ല, എല്ലാവരും ഇങ്ങു എന്ന് യേശു എല്ലാവരും അടുത്തോട്ട് വിളിച്ചിട്ട് അവരോട് പറയുകയാണ്. അപ്പൊ നിങ്ങൾ അനുസരിച്ച് താഴ്ന്ന ശബ്ദത്തിൽ നിങ്ങളത് ഭാവന കണ്ടു നോക്കുക. യേശു എല്ലാവരും അടുക്ക വിളിച്ചിട്ട് പറയുകയാണ്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോ സെൽഫ് സാക്രിഫൈസ് അതാണ് നമുക്ക് നമ്മെ കണ്ടെത്താനുള്ള ഒരേ ഒരു മാർഗം. അതാണ് തൃത്വത്തിൽ നമ്മൾ കാണുന്നത്, അതാണ് ദൈവത്തിൽ നമ്മൾ കാണുന്നത്. കാരണം പിതാവ് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി, പുത്രൻ തനിക്കുള്ളതെല്ലാം പിതാവിന് സമർപ്പിച്ചു, തന്റെ ഇച്ഛ മുഴുവൻ മാറ്റിവെച്ചിട്ട് പിതാവിന്റെ ഇച്ഛ 100% ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവോ തന്റെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താതെ പിതാവിനെയും പുത്രനെയും ഗ്ലോറിഫൈ ചെയ്യുകയാണ്. അപ്പൊ ഈ ട്രിനിറ്റിയെയാണ്, അതാണ് ട്രിനിറ്റേറിയൻ ഫാമിലി. അപ്പൊ അത് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ശരിയായ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് യേശു ഒരു സ്പിരിച്വൽ സീക്രട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ചുമ്മാ വന്നിട്ടൊരു ഉപദേശം പറയല്ല, അവരങ്ങനെയാണ്, അവിടെ അങ്ങനെയാണ്. അപ്പൊ ആ ദൈവീകത നമുക്ക് പ്രാപിക്കണമോ? ആ പ്രാപിക്കണമെങ്കിൽ അതിനുള്ള മാർഗം ഇതാണെന്നല്ല, ഒരേ ഒരു മാർഗം ഇതാണ്, ആത്മാന്വേഷണമാണ്. അപ്പൊ ആത്മാന്വേഷണമാണ് ആത്മീകത, ഉപേക്ഷണമാണ് അതിന്റെ മാർഗം. അപ്പൊ നേടിയെടുക്കലും വെട്ടിപ്പിടിക്കലും കീഴ്പ്പെടുത്തലും അല്ല. ഇന്നിപ്പോ നമ്മൾ കാണുന്ന സ്പിരിച്വാലിറ്റി, നമ്മുടെ ഏറ്റവും ക്രിസ്ത്യാനിറ്റി വിഭാഗങ്ങളിൽ ഏറ്റവും ടോപ്പ് സ്പിരിച്വാലിറ്റി എന്ന് നമ്മൾ കരുതുന്ന പെന്തക്കോസിലാണ്. പെന്തക്കോസിന്റെ ഉപദേശമാണ് ഏറ്റവും ടോപ്പ് സ്പിരിച്വാലിറ്റി എന്ന് നമ്മൾ സാധാരണ ചിന്തിക്കുന്നു. നമ്മളെല്ലാം പെന്തക്കോസിലാണ്. അപ്പം പക്ഷെ നമ്മുടെ ഇടയിലും ഇതാണ് ഈ കീഴ്പ്പെടുത്തൽ, വെട്ടിപ്പിടിക്കൽ, മത്സരമാണ്, ഓട്ടമാണ്. ഇപ്പൊ തന്നെ ഇലക്ഷന് വേണ്ടിയുള്ള ചരടുവലികൾ, അടുത്ത ഇലക്ഷന് വേണ്ടിയുള്ള ചരടുവലി, കസേരയിൽ എങ്ങനെ കയറാൻ പറ്റും. അപ്പൊ ഇത് ക്രിസ്തുവുമായി ബന്ധമില്ല. ക്രിസ്തുവുമായോ അവന്റെ സുവിശേഷവുമായോ അവന്റെ ഉപദേശവുമായോ ഒരു ബന്ധവുമില്ല. അപ്പൊ കർത്താവ് പറയാണ്, ഇതാണ് സീക്രട്ട്. സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് ഉപദേശിക്കുമ്പോൾ അങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ സെൽഫ് ഗിവിംഗ് ഈസ് ദ ഹാർട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്തീയതയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വയസമർപ്പണമാണ്. സ്വയസമർപ്പണം. ഗ്രീക്കിലൊരു വേർഡുണ്ട്, ഡയക്കോനോസ് എന്ന് പറയും. ഡയക്കോണിയ എന്ന വാക്കതിൽ നിന്ന് ടു മിനിസ്റ്റർ, ഡയക്കോണിയോ. അതിന്റെ അർത്ഥം മിനിസ്റ്റർ എന്നാണ് അത് തർജ്ജമ ചെയ്യുന്നത്. ഡയക്കോനോസ് എന്ന് പറയുന്നത് മിനിസ്റ്റർ. ഇന്നിപ്പോ നമുക്കറിയാം കേരളത്തിലെ മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ, കേരളത്തിലെ
മന്ത്രിമാർ, മിനിസ്റ്റർ. ആ മിനിസ്റ്റർ എന്നുള്ള വാക്ക് ഈ ഗ്രീക്ക് വാക്ക്, ഇതിന്റെ യഥാർത്ഥ അർത്ഥം ടു സെർവ് എന്നാണ്, ശുശ്രൂഷിക്കുക. അതിന്റെ യഥാർത്ഥ അർത്ഥം വെയിറ്റിംഗ് അറ്റ് ദ ടേബിൾ, അതായത് മേശമേൽ ശുശ്രൂഷിക്കുന്ന, അതായത് നമുക്ക് വേണ്ടത് സെർവ് ചെയ്യാനും ഭക്ഷണശേഷം എച്ചിലെടുക്കാനും ഒക്കെയായിട്ട് നിൽക്കുന്ന ഒരു പരിചാരകൻ. ആ പരിചാരകന്റെ ചിത്രമാണ് ആ ഗ്രീക്കിലെ ഡയക്കോനോസ് എന്ന് പറഞ്ഞാൽ. ആ പരിചാരകൻ, അതാണ് ക്രിസ്ത്യൻ മിനിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യേശു പറയാണ്, മനുഷ്യപുത്രൻ ശുശ്രൂഷ സ്വീകരിക്കാനല്ല വന്നിരിക്കുന്നത്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിപ്പാനാണ്. മർക്കോസിന്റെ സുവിശേഷം 10:45, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അപ്പൊ ഇന്നിപ്പോ കർത്താവിന്റെ വിലയേറിയ ദാസന്മാരും, ഞാൻ ആരെ ഒരു വ്യക്തിയുടെ കുറ്റം പറയല്ല. നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വളരെ ദുഃഖകരമായ ഒരു കാര്യം ഞാൻ കേട്ടു. തിരുവനന്തപുരത്ത് ഒരു കൺവെൻഷനിൽ, ഞാൻ പാസ്റ്ററുടെ പേരൊന്നും പറയുന്നില്ല, ഒരു പാസ്റ്ററെ വിളിച്ചു. അപ്പോൾ പാസ്റ്റർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 4 സ്റ്റാർ ഫെസിലിറ്റിയേ ഉള്ളൂ ഹോട്ടലിൽ നിന്ന് ഭയങ്കര വഴക്കുണ്ടായി. പിന്നെ അത് 5 സ്റ്റാർ ആക്കി കൊടുത്തു. മാസം നടന്നൊരു സംഭവമാണ്. എന്നെ ആ സംഘാടകരിൽ ഒരാൾ വിളിച്ചത് പറഞ്ഞു. ഇതാണ് ഈ ക്രിസ്തീയ ലോകത്തിന് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ആ കടന്നിട്ട് വേണേൽ പ്രസംഗിക്കുന്ന ആളുകൾ കാണും, പക്ഷെ അന്നേരം സംഘാടകർക്കും അങ്ങനെയുള്ളവരെ വേണ്ട, ഇങ്ങനെയുള്ളവരെ മതി. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യേശു പറയാണ്, മനുഷ്യപുത്ര ശുശ്രൂഷ ചെയ്യിപ്പാനല്ല. അപ്പൊ നമുക്കിന്ന് വരുന്ന ആളുകളെല്ലാം തങ്ങളെ ശുശ്രൂഷിക്കണമെന്നും തങ്ങളെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും കൈവെള്ള വെച്ചുകൊണ്ട് നടക്കണമെന്നും ഉള്ള ചിന്തയിലാണ് ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. അത് ക്രിസ്തുവിന്റെ ശുശ്രൂഷ അല്ല. അവർ സാത്താന്റെ വേലക്കാരാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഹൃദയത്തെ നമ്മൾ പരിശോധിക്കണം. ശുശ്രൂഷയിൽ ഇരിക്കുന്നവരെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരെന്നെ ശുശ്രൂഷിക്കണം, അവരെന്നെ ആദരിക്കണം, പക്ഷെ എനിക്ക് അവർക്ക് എന്ത് കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് അവരിൽ നിന്ന് എന്ത് അടിച്ചു മാറ്റാൻ കഴിയും, അങ്ങനെ ചിന്തിക്കരുത്. അതിനുവേണ്ടി എന്തെല്ലാം ഉപായങ്ങളാണ് പ്രയോഗിക്കുന്നറിയോ? ഭയങ്കര നുണകൾ പറയുക, അവരുടെ കയ്യിൽ നിന്ന് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് എത്ര രൂപ അടിച്ചോണ്ട് പോകാന്നുള്ളതാണ് ഓരോരുത്തർ ചിന്തിക്കുന്നത്. അപ്പൊ കർത്താവ് അങ്ങനെയല്ല പറഞ്ഞു. കർത്താവ് പറയാണ്, ഞാൻ ശുശ്രൂഷിപ്പാനും നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവനെ തന്നെ തരാനുമാണ് വന്നത്. യോഹന്നാന്റെ സുവിശേഷം 12:24, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഇതാണ് ശരിയായ രീതി. അതായത് നമ്മള് എത്രമാത്രം സെൽഫ് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം കൊടുക്കുന്നു, അത്രത്തോളം കർത്താവിന്റെ ഹൃദയത്തോട് അടുത്തു വരും. അപ്പൊ എത്ര സ്നേഹിച്ചു എന്നതിന്റെ അളവ് എത്ര കൊടുത്തു എന്നുള്ളതാണ്. കർത്താവിനോട് ചോദിക്കുകയാണ്, എത്ര സ്നേഹിച്ചു കർത്താവ് എന്ന് ചോദിച്ചാൽ കർത്താവ് പറയും ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ കർത്താവ് 2 കൈകളും ആകാശത്തിനും ഭൂമിക്കും മധ്യേ വിരിച്ചു കാണിച്ചു. ആ കൈകൾ തുറന്നാണ്, കൈകൾ വിരിച്ച് അവൻ തോളിലേക്ക് ശിരസ് ചായച്ച് തന്റെ ജീവനെ അർപ്പിച്ചു. അതാണ് താൻ അവസാനത്തോളം സ്നേഹിച്ചു. അപ്പൊ സ്നേഹം എന്നാൽ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, പക്ഷെ ക്രിസ്തുവിന് നമ്മളെ തന്നെ കൊടുക്കുക. സഫറിങ് ഇൻ സർവീസ്, പാഷൻ ഇൻ മിഷൻ. ഇതാണ് സർവീസിൽ ഒരു സഫറിംഗും ഉണ്ട്, മിഷനിൽ ഒരു പാഷനും ഉണ്ട്. പക്ഷെ ഇത് രണ്ടും ഇന്നില്ല. മിഷൻ വിത്തൗട്ട് പാഷൻ ആൻഡ് സർവീസ് വിത്തൗട്ട് സഫറിങ്. കഷ്ടതയില്ലാത്ത ശുശ്രൂഷയും ഈ പാഷൻ ഇല്ലാത്ത മിഷനുമാണ് നടത്തുന്നത്. പഴയകാല മിഷണറിമാര് അവർക്ക് കഷ്ടതയ്ക്കുള്ള ഒരു ഭയങ്കര ഒരുക്കം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ വെല്ലൂർ വന്ന ആനിയെക്കുറിച്ചോ അങ്ങനെ ഒരുപാട് ആളുകളെ കുറിച്ച് നമുക്ക് പറയാം. ഫാദർ ഡാമിയനെ കുറിച്ചോ അങ്ങനെ ഒത്തിരി ആളുകളെ കുറിച്ച് പറയാം. അവര് ആ കഷ്ടതയ്ക്കുള്ള ഒരുക്കമുണ്ടായിരുന്നു. അവർക്ക് കഷ്ടതയാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ട് അവർ സ്വയം സമർപ്പിച്ചാണ്
ശുശ്രൂഷയ്ക്ക് പോയത്. ഇന്നങ്ങനെയല്ല. എത്ര നേടാൻ കഴിയും. ഇന്ന് പല ആളുകളും മിഷൻ പ്രവർത്തനത്തിനായിട്ട് പോകുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ. പണ്ട് ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലേക്ക് പോയതിനെ അനുസ്മരിപ്പിക്കുമാറ് നമ്മുടെ ആളുകളും വിദേശയാത്ര നടത്തുന്നുണ്ട്. എയർപോർട്ടിലൊക്കെ ശുശ്രൂഷകന്മാരിയ്ക്കുകയാണ് വിവിധ ഡെസ്റ്റിനേഷനുകളിലേക്ക് ലക്ഷ്യം വെച്ച്. എന്താണെന്ന് ചോദിച്ചാൽ വേലയാണ്, സുവിശേഷ വേല. എന്ത് സുവിശേഷ വേലയാണ്? നമ്മൾ സ്വർഗം വളരെ പ്രതീക്ഷയോടെ നോക്കുന്നു. സുവിശേഷകർ പുറപ്പെടുന്നു, മിഷണറിമാർ പുറപ്പെടുന്നു. മിഷണറിമാർ പുറപ്പെടുന്നത് എങ്ങോട്ടാണ്? നീരോട്ടമുള്ള പ്രദേശങ്ങളിലേക്ക്, താന്ന നിലങ്ങൾ അന്വേഷിച്ച്, തണുപ്പന്വേഷിച്ച് ഇങ്ങനെ പോവാണ്. ഓരോ സ്ഥലങ്ങളിലേക്ക് പോവാണ്. അപ്പൊ ഇവർക്കൊരു കണക്കൂട്ടലുണ്ട്. പോയിച്ച് തിരിച്ചു വരുമ്പോൾ ഇത്ര ഡോളറിന്റെ ചെക്കുമായിട്ട് വരും എന്നുള്ളൊരു കണക്കൂട്ടിലാണ് പോകുന്നത്. അപ്പൊ യഥാർത്ഥ മിഷണറിമാർ, അപ്പൊ അവരെ പേര് കെടുത്തരുത്. എന്നിട്ട് ഇതിനും പറയുന്ന മിഷൻ ട്രിപ്പ് പോവുകയെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പോയത് സെൽഫ് സാക്രിഫൈസ് ആണ്. അവർക്ക് തിരിച്ചു വരുമെന്ന് പോലും ഉറപ്പില്ല. അപ്പൊ ഇത് ഇന്ന് നമ്മൾ കാണുന്ന അതാണ്. യഥാർത്ഥത്തിൽ മിഷണറിമാർ പോയത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴത്തെ പിക്ചർ വേറെയാണ്. ഒരു നഷ്ടവും വരുന്നില്ല. വണ്ടിക്കൂലി പോലും മുടക്കുന്നില്ല. മുടക്കുന്നതിന്റെ 100 ഇരട്ടി തിരിച്ചു കൊണ്ടുവരാന്നുള്ള ഉറപ്പിനുള്ള യാത്രകളാണ് നടത്തുന്നത്. ജനങ്ങളൊക്കെ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതിൽ സക്സസ് ആകുന്നവനെ അവര് അങ്ങ് ഉയർത്തും. ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കുന്നവനെ ഏറ്റവും ബഹുമാനി ദേവദാസനായിട്ടും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അങ്ങ് ഉയർത്തി വാഴ്ത്തി അങ്ങ് പുകഴ്ത്തുകയാണ്. ഇത്രത്തോളം നമ്മൾ അധപ്പതിച്ചു. കാരണം എന്താ? കാരണം എല്ലാവരും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. അപ്പൊ വില്ലിങ്നെസ് ടു സഫർ ആൻഡായി, കഷ്ടപ്പെടുവാനും മരിക്കുവാനുമുള്ള ഒരുക്കം. ഞാൻ ക്രിസ്തുവിന്റെ കാര്യം പറയുന്നത്. അപ്പൊ ക്രിസ്തു അല്ലെങ്കിൽ പുത്രൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ഹി ഹാഡ് ദിസ് വില്ലിങ്നെസ് ടു സഫർ ആൻഡ് ഡൈ, കഷ്ടത അനുഭവിക്കുവാനും മരിക്കുവാനുമുള്ള മനസ്സൊരുക്കത്തോടെ. തന്റെ ആരോഹണത്തിനുള്ള സമയമായി, ലൂക്കോസ് സുവിശേഷം 9 അധ്യായത്തിൽ പറയും, തന്റെ ആരോഹണത്തിനുള്ള സമയമായി എന്നറിഞ്ഞപ്പോൾ അവൻ യെരുശലേമിലേക്ക് പോകുവാൻ മനസ്സ് ഉറപ്പിച്ചു, യാത്രയായി. നോ ടേണിംഗ് ബാക്ക്. കഷ്ടത സഹിക്കുവാൻ. അപ്പോസ്തലനായ പൗലോസ് പറയും, നാം അവനോടുകൂടെ സഹിക്കുന്നെങ്കിൽ അവനോടുകൂടെ വാഴും. എനിക്ക് കഷ്ടം അനുഭവിക്കാനും വരം ലഭിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ കഷ്ടത എന്നൊക്കെ പറഞ്ഞ എന്താണെന്ന്. കഷ്ടത ക്രൂശിനെ പ്രതിയുള്ള കഷ്ടതയാണ്. ഒരാൾ തെങ്ങേന്ന് വീണ് നടുവൊടിഞ്ഞിങ്ങനെ കിടക്കുകയാണ്, ഭയങ്കര കഷ്ടതയാണ്. അതല്ല ക്രിസ്തീയ കഷ്ടത, ക്രിസ്ത്യൻ സഫറിങ്. ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. നമുക്ക് ആളുകൾക്ക് അസുഖം വരുന്നതോ അല്ലെങ്കിൽ വണ്ടി ഇടിക്കുന്നതോ അതൊക്കെ കഷ്ടതയാണ്. അത് ലോകപ്രകാരമുള്ള കഷ്ടതയാണ്. സഫറിങ് ഫോർ ക്രിസ്ത്യൻ കോസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. എന്ന് പറഞ്ഞാൽ ക്രൂശ് ഏത് നിമിഷവും നിങ്ങൾക്ക് ഒഴിവാക്കാവുന്ന ഒരു കഷ്ടത നിങ്ങൾ മനഃപൂർവ്വം എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ക്രിസ്തീയ കഷ്ടത. ആ ദൈവദാസൻ ഭയങ്കര കഷ്ടം അനുഭവിക്കുന്ന ദൈവദാസനായിട്ട്. ആ ദൈവദാസന് മാത്രമല്ല, ലോകത്തുള്ള മനുഷ്യർക്ക് കഷ്ടമുണ്ട്. അത് പല കാരണങ്ങളാൽ വരുന്ന കഷ്ടതയാണ്. ആ കഷ്ടതയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അങ്ങനെ കഷ്ടം അനുഭവിക്കുന്നതല്ല, നമ്മൾ ഏറ്റെടുക്കുന്ന കഷ്ടത എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷേ ക്രിസ്തുവിനെ പ്രതി അത് ഞാൻ വിൽഫുള്ളി സഹിക്കുന്നു. അതാണ് ക്രിസ്തീയ കഷ്ടത. അല്ലാതെ മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടതയൊക്കെ വരുന്നത് അതൊക്കെ ശാസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യണം, കഷ്ടത മാറണം. ഇപ്പോൾ പലപ്പോഴും ഞാൻ പറയുമ്പോൾ കോൺട്രഡിക്ഷൻ പറയുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് വിടുതലുണ്ടായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയും, രോഗസൗഖ്യം വേണമെന്ന് പറയും, ചില സമയത്ത് കഷ്ടത വേണമെന്ന് പറയും. ഇത് കോൺട്രഡിക്ഷൻ അല്ല, ഇത് രണ്ടും രണ്ടാണ്. പിശാച് ജീവിതത്തിൽ കൊണ്ടുവരുന്ന കഷ്ടതകളും രോഗങ്ങളും തകർച്ചകളും എല്ലാം ഏറ്റെടുക്കാൻ അല്ല. ക്രിസ്തുവിനെ പ്രതി അല്ലെങ്കിൽ അവന്റെ രാജ്യത്തെ പ്രതി അല്ലെങ്കിൽ അവന്റെ സുവിശേഷത്തെ പ്രതി ക്രിസ്തുവിന്റെ ക്രൂശിനെ പ്രതി ഒരു വ്യക്തി വിൽഫുള്ളി ചൂസ് ചെയ്യുന്ന സഫറിങ്ങിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇപ്പൊ എല്ലാ കഷ്ടതയുള്ളവരല്ലേ ഇത് കേട്ട് സന്തോഷിക്കുണ്ടോ? എന്റെ കാര്യം പറയുന്നത് നീ വിൽഫുള്ളി ചൂസ് ചെയ്തതല്ലേ, വന്നു ഭവിച്ചതല്ലേ. വന്നു ഭവിക്കുന്നതല്ല, ചെന്ന് ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സുഖമായി ഇംഗ്ലണ്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ.
അദ്ദേഹം മനഃപൂർവ്വം ടിക്കറ്റ് എടുത്ത് കപ്പലെ കയറി പോവാണ് ആഫ്രിക്കയ്ക്ക്, ചെന്ന് ഏറ്റെടുക്കുകയാണ്. അറിയാം, കാരണം ആഫ്രിക്കയ്ക്ക് മാപ്പ് വരയ്ക്കുന്ന അദ്ദേഹമാണ്. ഇരുണ്ട ഭൂഖണ്ഡമായിരുന്നു, മാപ്പില്ലായിരുന്നു. അവിടെ കാട്ടിനകത്ത് എത്ര നദി ഉണ്ടെന്നും തടാകം ഉണ്ടെന്നും എന്തെല്ലാം ജീവികളുണ്ടെന്നും ഇതെല്ലാം പുറംലോകത്തെ അറിയിച്ചത് ഡേവിഡ് ലിവിങ്സ്റ്റണാണ്. വലിയ കഷ്ടതയാണ്. തിരിച്ചു വരുമെന്ന് യാതൊരു ഗ്യാരണ്ടിയില്ല. മരണം മുന്നിൽ കണ്ട് അനിശ്ചിതത്വം, അന്ധകാരം, അൺസർട്ടനിറ്റിയാണ്. അതിലേക്ക് വിൽഫുള്ളി ഒരു കാര്യമില്ല. ഡോക്ടറായിരുന്നു, ഇവിടെ ചുമ്മാ ഇരുന്നാൽ മതിയായിരുന്നു. അപ്പൊ ഇത് വിൽഫുള്ളി പോയി. അതാണ് ക്രിസ്ത്യൻ കോസിന് വേണ്ടിയുള്ള സഫറിങ്. അല്ലാതെ നമുക്ക് വരുന്ന കഷ്ടതയെല്ലാം നിങ്ങൾ അതിലേ പോയി വണ്ടി ഇടിച്ചു, അല്ലെ സ്പീഡിൽ പോയി പോലീസുകാരൻ ടിക്കറ്റ് തന്നു, ഇതൊന്നും നല്ല കഷ്ടത. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്നേ. അപ്പോൾ പല രീതിയിൽ ഡെത്ത്, മരണം എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. ഡെത്ത് ടു പോപ്പുലാരിറ്റി. ഇപ്പൊ പോപ്പുലാരിറ്റിക്ക് മരിക്കുക. പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടല്ലോ ഒരു പ്രശസ്തി, ആളുകളുടെ പൊതു അംഗീകാരവും സ്വീകാര്യതയും. അതിന് വേണം നമുക്ക് മരിക്കാൻ, ചൂസ് ചെയ്യാം. ഇപ്പൊ പോപ്പുലാരിറ്റി ഉണ്ടാക്കാനുള്ള ചില ട്രിക്കുകളുണ്ട്. ഉദാഹരണം, നമ്മുടെ ഇടയിൽ ഇച്ചിരി കൂടെ സ്വീകാര്യത. ഇപ്പൊ എനിക്ക് ഒത്തിരി പേര് ടിപ്സ് ഇങ്ങനെ അയച്ചു തരാറുണ്ട്, എന്റെ മെസ്സഞ്ചർ വരാറുണ്ട്. ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇച്ചിരി വ്യത്യാസം വരുത്തണം, ഇന്നത് വരുത്തണം, കുറെ കൂടെ സ്വീകാര്യത വരും, കൂടുതൽ ആളുകൾ ലൈവിൽ കാണാൻ വരും, അല്ലെങ്കിൽ കൂടുതൽ ലൈക്ക് കിട്ടും, അല്ലെങ്കിൽ പാസ്റ്ററെ 2 സ്ഥലത്ത് പ്രസംഗിക്കാനൊക്കെ വിളിക്കും, മീറ്റിങ്ങിന് വിളിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില ടിപ്സുകളുണ്ട്. ഇപ്പൊ അത് പല ടിപ്സുകളും എനിക്കറിയാവുന്നതാണ്, ചില പുതിയ ടിപ്സുകളും വരുന്നുണ്ട്. പക്ഷെ ആ ടിപ്സുകൾ ഉപയോഗിക്കാനല്ല. അപ്പൊ നമ്മൾ പോപ്പുലാരിറ്റി, നമ്മൾ അങ്ങനെയുള്ളതിന് നമ്മൾ മരിക്കണം. ഡെത്ത് ടു പോപ്പുലാരിറ്റി. You can die by faithfully preaching unpopular biblical concept. ഈ പോപ്പുലർ ബിബ്ലിക്കൽ കോൺസെപ്റ്റ് ആണ് എല്ലാവരും പ്രസംഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അന്നേരം മതിപ്പുള്ള സംഘം. അന്നേരം എന്താണ്, അതിനെ ചന്ത നോക്കി ചരക്കറക്കുക എന്ന് പറയും. ഈ കോട്ടയത്തുണ്ടായ പാസ്റ്റർ പി എം ഫിലിപ്പിന്റെ പ്രസംഗത്തെ അതായത് എപ്പോഴും ഉപയോഗിച്ചിരുന്ന ഒരു പ്രയോഗമാണ്, ചന്ത നോക്കി ചരക്കറക്കുക. അപ്പൊ ഇതാണ് ഇപ്പോ പെന്തക്കോസ് കോളത്തിൽ ഏത് പാട്ട് പോപ്പുലർ ആണെന്നോ അത് അന്നേരം ഈ മനോരമ മ്യൂസിക്കാര് പോയിട്ട് അവരുടെ CD ഇറക്കും. ഇപ്പൊ ഒരു പാട്ട് പോപ്പുലർ ആയിട്ടുണ്ട്, അന്ത്യകാല അഭിഷേകം. അപ്പൊ നിങ്ങൾ നോക്കി ഒരു 2 മാസത്തിനകം മനോരമ മ്യൂസിക്കിന്റെ CD അല്ല അവര്. കാരണം അവരൊരിക്കലും നല്ല പാട്ടോ ക്വാളിറ്റി ഉള്ള പാട്ടോ അങ്ങനെയൊന്നും അല്ല ഇടുന്നത്. ഏത് പാട്ടിന് സ്വീകാര്യത കിട്ടുന്നു, കാരണം അവർക്ക് CD വിൽക്കണം, കച്ചവടം നടക്കണം. അതുകൊണ്ട് പോപ്പുലർ സബ്ജക്റ്റ്, പോപ്പുലർ ടോപ്പിക്കുകൾ അതങ്ങ് പ്രസംഗിക്കുക. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല് ക്രിസ്തീയ ഇപ്പൊ ഈ ത്രിയേക ദൈവത്തിൽ മോഡലിസം എന്ന ദുരുപദേശം കയറി വന്നു. മലയാളി പെന്തക്കോസിനെ കാർന്നു നിന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ ലൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കാതലായിട്ട് ആരും തന്നെ ഇതിനെ പ്രതികരിക്കുകയോ പിന്നെ പാസ്റ്റർ TJ ശാമുവൽ തൃത്വത്തെ പറ്റിയൊരു ശാരദ അല്ലാതെ പാസ്റ്റർ നിഷാന്തും ബ്രദർ ജോൺസൺ മെഡിക്കാട്ടിലൊക്കെ മുൻകൈ എടുത്ത് അവരൊരു ബൈബിൾ സ്റ്റഡി വെച്ച് അദ്ദേഹം വന്ന് 3 ദിവസം തൃത്വത്തെ പറ്റി ഒരു ബൈബിൾ സ്റ്റഡി നടത്തി. പിന്നെ അങ്ങനെ ആരും വേറെ നേതൃനിരയിൽ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല. പ്രസംഗം ഒരു ആ വിഷയം ഏറ്റെടുത്തില്ല. പാസ്റ്റർ കേസിയോണ്ടാണ് അതിന് മറുപടി പറഞ്ഞു, അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞു. പിന്നെ പാസ്റ്റർ ബാബു ചെറിയാൻ ദുബായിൽ നടന്ന മീറ്റിംഗിൽ ദൈവത്വത്തെക്കുറിച്ചും ഒക്കെ ഒരു മെസ്സേജ് പറഞ്ഞു. ഇതൊക്കെ വളരെ അപൂർവമാണ്, ഒറ്റയൊക്കെ അവിടെ ഇവിടെ പറഞ്ഞു. അതേസമയം ആരാണ്ട് എങ്ങാണ്ട് കുപ്പായ വിട്ടു, അതൊന്നൊരു വിഷയമല്ല, ആരാണ്ട് എവിടെയോ കുപ്പായ വിട്ടു. എന്തോ ഒരു ബഹളമാണ് ഫേസ്ബുക്കുകളിൽ പോസ്റ്റുകളെ, ആളുകളുടെ എല്ലാം പ്രസംഗത്തിൽ നീ നശിച്ചു പോകും, കുപ്പായ ഇടുന്ന നശിച്ചു പോകും. അതാണ് അന്നേരം ഹാർവെസ്റ്റ് TV ചാനലിൽ സീരീസ് ഓരോ ദിവസവും ഓരോ പാസ്റ്റർമാർ വന്നിച്ച് കുപ്പായധാരികളെ ശാസിക്കുന്നു, ബത്സിക്കുന്നു, കണ്ടം ചെയ്യുന്നു. എന്തോ ഒരു ബഹളമാണ്. കാരണം എന്നാ, പെന്തക്കോസിലെ പൊതുജനത്തിന്റെ ഇടയിൽ ആ ചരക്ക് വിൽക്കും. അവൻ മഹാഭാവി, അവൻ കുപ്പായിട്ടു, അവൻ നശിച്ചു പോയി, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കച്ചവടം നടക്കും. പോപ്പുലാരിറ്റിയാണ്. അപ്പൊ ഞാൻ ഈ പോപ്പുലാരിറ്റി ഉള്ള വിഷയങ്ങൾ ചൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ അഗ്നിസ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകശിക്ഷയാണ്, ന്യായവിധിയാണ് എന്നൊക്കെ വിയോ വറീസ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ പ്രസംഗിച്ചു ദോഹയിൽ IPCയിൽ. അതിന്റെ ക്ലിപ്പ് വെച്ചുകൊണ്ട് അങ്ങ് ആളുകൾ അങ്ങ് നല്ല. അപ്പൊ എനിക്ക് ഫേസ്ബുക്കിൽ നോക്കാം, കാരണം ഞാൻ ഈ മലയാളി പാസ്റ്റർമാരിൽ ഏറ്റവും ആദ്യം ഫേസ്ബുക്കിൽ വന്ന ഒരാളാണ്. ഞാൻ ചുമ്മാ ഗമ പറയുന്നതല്ല, അതൊരു വസ്തുതയാണ്. മലയാളി പാസ്റ്റർമാരുടെ ഇടയിൽ ഏറ്റവും ആദ്യം ഇന്റർനെറ്റിൽ പ്രസംഗം അപ്ലോഡ് ചെയ്തത് ഞാനാണ്.
അതും ഒരു ഗമയല്ല, ഒരു വസ്തുതയാണ്. അന്ന് ഈ മലയാളി പാസ്റ്റർമാരുടെ ആകെ പാസ്റ്റർ KC ജോണിന്റെ 2 പ്രസംഗവും പിന്നെ എൻ്റെ പ്രസംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മലയാളം പ്രസംഗമായിട്ട്. അന്നൊക്കെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ എപ്പോഴും അവരൊത്തിരി എൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, അന്ന് ആകെപ്പാടെ മലയാളം പ്രസംഗം എന്ന് പറഞ്ഞാൽ പാസ്റ്ററുടെ ഉള്ളായിരുന്നു, അതുകൊണ്ട് അത് തന്നെ ഇരുന്ന് കേൾക്കുമായിരുന്നു. അല്ല, ഞാനത് പറഞ്ഞത് ഗമ പറയാനല്ല, ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ആദ്യം തൊട്ട് ഈ സോഷ്യൽ മീഡിയയിലെ ചലനങ്ങളും ഓൺലൈനിൽ സംഭവിക്കുന്ന എന്നാണെന്നൊക്കെ ഞാൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല, എന്തിനാണ് എവിടെയാണ് പൾസ് എന്നും എവിടെയാണ് പോപ്പുലാരിറ്റി എന്നും അറിയാം. അപ്പോ ഈ അഗ്നിസ്നാനം വന്നു കഴിഞ്ഞപ്പോ തീക്കകത്തിടുന്നു എന്നുള്ളതിനാണ് സ്വീകാര്യത കൂടുതൽ, കയ്യടിക്ക് കൂടുതൽ കിട്ടുന്നത്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് അത് വന്ന് അവതരിപ്പിക്കാം, പെട്ടെന്ന് സ്വീകാര്യത കിട്ടും. അപ്പൊ സ്വീകാര്യത കിട്ടുന്നതിനല്ല, നമ്മൾ ബി ട്രൂത്ത്ഫുൾ, ഫെയ്ത്ത്ഫുള്ളി പ്രീച്ച് ചെയ്യണം, വിശ്വസ്തയോടെ സംസാരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വിശ്വസ്തയോടെ സംസാരിക്കുക. അല്ലാതെ നമ്മള് ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി അല്ല സംസാരിക്കേണ്ടത്. അപ്പൊ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ആ ആഗ്രഹം കളയണം. അൺപോപ്പുലർ ആയിട്ട് ഉള്ളതാണ് ട്രൂത്ത് എങ്കിൽ നമ്മൾ ആ അൺപോപ്പുലർ ആയിട്ടുള്ളത് പ്രസംഗിക്കണം. സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകുന്നില്ല, സ്നേഹത്തിൽ നഷ്ടമുണ്ട്. ഒരു പക്ഷെ നമ്മുടെ പ്രൈഡിന് മരിക്കണം. പ്രൈഡിന് ചിലപ്പോൾ മരിക്കേണ്ടി വരും, നമുക്ക് മരിക്കാൻ താല്പര്യമില്ല. പക്ഷെ ദൈവത്തിന്റെ സംവിധാനം നമ്മൾ മരിക്കണം എന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നു തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കേണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 3:4 പറഞ്ഞ നിയമലംഘനമാണ് പാപം, കൽപ്പനാലംഘനമാണ് പാപം. ലോലെസ്നെസ് കൽപ്പനാലംഘനമാണ്, വയലേഷൻ ഓഫ് എ ലോ. അപ്പൊ നിയമം ലംഘിക്കുന്നതാണ് പാപം. പക്ഷെ നിയമം ലംഘിക്കുന്നതാണ് പാപം എന്നുള്ളത് പാപത്തിന്റെ ഒരു വെളിപ്പെടലാണ്. പക്ഷെ പാപം അവിടെയല്ല. നമ്മൾ അതാ പറഞ്ഞു, ഒരു വാക്യം വെച്ച് ഉപദേശം ഉണ്ടാക്കരുത്, മുഴുവൻ എടുക്കാം. അപ്പൊ ഇവിടെ യേശു പറയാണ് ഹൃദയത്തിലാണ് പാപം, അല്ല നിയമം ലംഘിക്കുന്നതല്ല. അതാ ആ പാപം വെളിപ്പെടുന്നതാണ്. ഹൃദയത്തിൽ എന്തിരിക്കുന്നു? ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കേണ്, ദൂഷണം, അഹങ്കാരം, മൂഢത. ഇത്രയും കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുമെന്നാണ് യേശു പറഞ്ഞത്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് അത് പാപമായി പുറത്ത് വെളിപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്? വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഓറിയന്റേഷനാണ്, സ്വയകേന്ദ്രീകൃത ജീവിതം. സ്വയകേന്ദ്രീകൃത ജീവിതമാണ്. നമ്മൾ നമ്മളിൽ തന്നെ കേന്ദ്രീകരിച്ചാണ് ജീവിക്കുന്നത്. സ്വയകേന്ദ്രീകൃത ജീവിതം കൊണ്ടാണ് ഈ പാപം ഉണ്ടാകുന്നത്. അപ്പൊ പാപത്തിന്റെ റൂട്ട് കോസ് സെൽഫാണ്. പാപത്തിന്റെ റൂട്ട് കോസ് സെൽഫാണ്. പക്ഷെ അവനിൽ പാപമില്ല. ആരില്ല? ദൈവത്തിൽ, യേശുവിൽ. എന്തുകൊണ്ടാണ് അവനിൽ പാപമില്ലാത്തത്? അവനിൽ സ്വാർത്ഥതയില്ല. കാരണം അവൻ ഒരിക്കലും അവന്റെ ഒരു ഹിതവും അന്വേഷിച്ചില്ല. 100% പിതാവിന്റെ ഹിതം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്, സ്വയത്തിന് വേണ്ടിയല്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അപ്പൊ ഈ സെൽഫ് ഓറിയന്റേഷൻ, ഈ സ്വയകേന്ദ്രീകൃതത്വമാണ് എല്ലാ പാപങ്ങളുടെയും റൂട്ട് കോസ്. അതിനെ ബൈബിൾ പല പേരിൽ വിളിക്കുന്നുണ്ട്. നമ്മൾ തിരുവഴുത്തിൽ പല പേരുകളെ കാണുന്നത്. ഉദാഹരണത്തിന് റോമാലേഖനം 6:6 നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അപ്പൊ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? ഇറ്റ്സ് നോട്ട് മൈ വിൽ ബട്ട് ഹിസ് വിൽ. അതാണ് ക്രോസ്. ഞാൻ എന്റെ ഹിതം അന്വേഷിക്കുന്നില്ല. ഗലാത്യലേഖനത്തിൽ വേറൊരു പേരാ പറയുന്നത്. നമ്മൾ ഗലാത്യലേഖനം നോക്കാം. ഗലാത്യലേഖനം 5:16.
ജഡാഭിലാഷം ആത്മാഭിലാഷത്തിനും, ആത്മാഭിലാഷം ജഡാഭിലാഷത്തിനും വിരോധമായിരിക്കുന്നു. അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഇനി 24-ാം വാക്യം, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പൊ റോമാലേഖനത്തിൽ ഈ സ്വയകേന്ദ്രീകൃതത്വത്തെ പഴയ മനുഷ്യനെന്നും ഗലാത്യ ലേഖനത്തിൽ അതിനെ ജഡമെന്നും വിളിച്ചിട്ടുണ്ട്. ഇനി റോമാലേഖനം 7:18, റോമാലേഖനം 7:18, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നുമില്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിന് ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇപ്പൊ റോമാലേഖനം വിളിക്കുന്ന മറ്റൊരു പേരാണ് പാപപ്രമാണം, സിൻഫുൾ നേച്ചർ. ഇനി റോമാലേഖനം 8:7, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. അപ്പൊ ജഡചിന്ത അടുത്ത വാക്കാണ്. ജഡചിന്ത, കാർണൽ മൈൻഡ്. അത് തന്നെ 1 കൊരിന്ത്യർ 3 പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 3. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരുടെ എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷൻ മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. ഇപ്പൊ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 3:3 നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരാണ്. അപ്പൊ നമുക്ക് ഈർഷ്യയും പിണക്കവും ഉണ്ടെങ്കിൽ നമ്മൾ ജഡീകന്മാർ ആണ്. തിരുവഴുത്തിന്റെ സ്റ്റാൻഡേർഡാണ്. പലരും സൗകര്യപൂർവ്വം കണ്ടില്ലെന്ന് നോക്കും ഈ വാക്യങ്ങൾ. നമ്മൾ വലിയ ദൈവദാസനാണ്, വലിയേറെ ദൈവദാസനാണ്, അല്ലെ വലിയ ആത്മീയനാണ് എന്ന് പറയുമ്പോൾ ആ ഈർഷ്യയും പിണക്കം ഉണ്ടോ? അപ്പൊ ഈർഷ്യയും പിണക്കം ഇതുമെല്ലാം പൂർണ്ണമായിട്ട് പോവോ? വേറെ ചില ആളുകൾ റോമാലേഖനം 7 എന്ന് പറഞ്ഞാൽ അതൊക്കെ പണ്ടത്തെ കാര്യമാണ്, 8-ാം അധ്യായം തൊട്ടാണ് വിശ്വാസികളായി. ഇങ്ങനെയൊക്കെ പല സൗകര്യപൂർവ്വം നമ്മൾ ക്ലാസിഫൈ ചെയ്തൊക്കെ പഠിക്കും. ആ സ്ട്രഗിള് ഒരു ക്രിസ്ത്യാനിയുടെ സ്ട്രഗിളാണ്, വിശ്വാസിയുടെ സ്ട്രഗിളാണ്. റോമാലേഖനം 7, ഓൾഡ് സെൽഫ്, പഴയ മനുഷ്യൻ, ജഡം, പാപപ്രമാണം, ജഡമനസ്, ഇങ്ങനെ പല രീതിയിൽ തിരുവഴുത്ത് വിശേഷിപ്പിച്ചിരിക്കുന്ന സ്വയകേന്ദ്രീകൃതത്വം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം അന്വേഷിക്കുന്ന ആ പ്രകൃതം. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ച്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അടുത്തത് അങ്ങയുടെ ഇഷ്ടം, ദൈ വിൽ ബി ഡൺ. ഇതാണ് സ്പിരിച്വാലിറ്റി, ഇതാണ് ക്രിസ്ത്യാനിറ്റി. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ ക്ലച്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ വണ്ടി ന്യൂട്രലിൽ കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ഇത് എഞ്ചിൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആ ക്ലച്ച് ചവിട്ടിട്ട് ഗിയർ വലിച്ചങ്ങ് ഇടുമ്പോൾ ഈ ഗിയർ വന്നച്ച ആ പൽചക്രം വന്നിട്ട് ഈ ഇഞ്ചിനെ വന്ന് കണക്റ്റഡ് ആകുമ്പോഴാണ് ആ ഹെവിനെസ് വരുന്നത്. അപ്പം മുതലേ ഇത് വണ്ടി ഓടാൻ തുടങ്ങത്തുള്ളൂ. ഇത് ന്യൂട്രലിൽ കിടക്കുകയാണ്. കൂടുതൽ ക്രിസ്ത്യാനികളുടെ ലൈഫ് ന്യൂട്രലിലാണ്, ഇതുവരെ ഗിയറിൽ വീണിട്ടില്ല. ഗിയറിൽ വീഴുമ്പോൾ അത് സെൽഫിനിട്ട് കൊള്ളും, എന്നിട്ട് ഇത് അരയാൻ തുടങ്ങും, എന്നിട്ട് ഇത് വണ്ടി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. അവിടം തൊട്ട് മാത്രമേ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അവിടം മുതൽ മാത്രമേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അവിടം മുതലേ കർത്താവിനും പരിശുദ്ധാത്മാവും ഒക്കെ പണിയുള്ളൂ. അതുവരെ അവർ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളിത് ഗിയറിലിടത്തില്ല, നമ്മളിത് ന്യൂട്രലിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാൻ ഇഷ്ടപ്പെട്ട പാട്ടുണ്ട്, ഇന്നയോളം എന്നെ നടത്തി. ഇത് ഇന്നയോളം നടത്തി,
അതിവിടെയുള്ള എല്ലാവരും നടത്തി. നിന്റെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന RSSകാരനെ SNDP-കാരനെ ഒക്കെ നടത്തി. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. എന്നിട്ടിരുന്ന് കന്ന് മൂങ്ങുന്ന പോലെ. നാളത്തെ കാര്യം എന്താവും? ഇത് ഗിയർ മാറണം. അപ്പൊ ഈ വക വൈകാരികതയിൽ സോപ്പുകുമളകൾ ഉണ്ടാക്കിയിട്ട് അത് കണ്ട് രസിക്കുകയാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ലാബ്രഡോറിലുള്ള ഒരു മിഷണറിയുടെ അനുഭവം അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് ഒരു പുതിയ ബോട്ട് കിട്ടി. അദ്ദേഹം ഒരു ഡോക്ടറും കൂടിയാണ്. അപ്പോൾ ഒരുപാട് ദ്വീപുകളിലാണ് ഈ ആദിവാസികളൊക്കെ താമസിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഈ ബോട്ടെ പോയി അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ആരോ കൊടുത്താണ്. ഒരു രാത്രി അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു. ഒരു ദ്വീപിൽ ഒരാൾ രോഗിയായി കിടക്കുന്നു. അപ്പം ഇദ്ദേഹത്തിന് ആ സ്ഥലങ്ങളൊക്കെ അറിയാൻ രാത്രി തന്നെ ഇദ്ദേഹം ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എന്നാലും രാത്രി പോവല്ലേന്ന് ഓർത്ത് ഈ കോമ്പസ് വെച്ച് നോക്കിപ്പോയി. കോമ്പസ് എന്ന് പറഞ്ഞാൽ വടക്കു നോക്കി യന്ത്രം നോക്കി ആ ദിശ നോക്കി ബോട്ട് ഓടിച്ചു. അപ്പൊ നേരെ ആ ദ്വീപിലേക്കാണ് പോകേണ്ടത്. പക്ഷേ കുറെ കഴിഞ്ഞിട്ടും ഇദ്ദേഹം ആ ദ്വീപിൽ ചെല്ലുന്നില്ല. പകരം ഇദ്ദേഹം നോക്കിയപ്പോൾ വളരെ അപകടകരമായ ഓപ്പൺ സീയിലേക്ക്, അതായത് സമുദ്രത്തിലേക്ക് ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടും. ഈ ചെറിയ ബോട്ടുമായിട്ട് നേരെ ആ സമുദ്രത്തിന്റെ വായിലേക്കാണ് പോകുന്നത്. മൗത്ത് എന്ന് പറയും. അവിടെ ഇതിന്റെ ബാലൻസ് ഒന്നും കിട്ടത്തില്ല. വളരെ കഷ്ടപ്പെട്ട് ഞടുക്കത്തോടെ ആ സത്യം തിരിച്ചറിഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് ബോട്ട് അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ ഇതെന്താ സംഭവിച്ച, കാരണം അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. ഇപ്പം അവർ രണ്ടുപേര് പോയി ഈ ബോട്ട് പരിശോധിച്ചു ഇതെന്താണ് സംഭവിച്ചത്. അവസാനം അത് കണ്ടുപിടിച്ചു. കാരണം ഈ വടക്കു നോക്കിയന്ത്രം ആ ബോട്ടിൽ ഉറപ്പിച്ചവര് ബ്രാസിന്റെ സ്ക്രൂ, പിച്ചളയുടെ സ്ക്രൂ വെച്ചാണ് ഉറപ്പിക്കേണ്ടത്. അപ്പോൾ ഒരു പിച്ചള സ്ക്രൂ മിസ്സിംഗ് ആയിരുന്നുകൊണ്ട് അത് ഉറപ്പിച്ചവർ ആ പിച്ചള സ്ക്രൂവിന് വരെ ഒരു ഇരുമ്പ് സ്ക്രൂ വെച്ചാണ് ഉറപ്പിച്ചത്. ഈ വടക്കു നോക്കിയന്ത്രം കാന്തമാണല്ലോ. അപ്പൊ കാന്തത്തിന്റെ സൂചി ഈ ഇരുമ്പ് സ്ക്രൂ ഇരിക്കുന്നുണ്ട്. ആ സ്ക്രൂവിന്റെ നേരെ തിരിഞ്ഞിരുന്നു. ഇത് അനങ്ങിയില്ല. അപ്പൊ അത് നോക്കി ഇയാൾ പോയത്. അപ്പൊ ഒരു സ്ക്രൂവിന്റെ പ്രശ്നമാണ്. ഈ സ്ക്രൂ ഇങ്ങനെ മുറുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതിലേക്ക് വളഞ്ഞിരുന്നു ഈ സൂചി. ഇപ്പൊ ഞാനിത് വായിച്ച ഒരു അനുഭവം പറഞ്ഞാണ്. ഇതുപോലെ പലരുടെ സൂചി വളഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചില ഇരുമ്പ് സ്ക്രൂ ഒക്കെ വെച്ചിരിക്കുക. അപ്പൊ സെൽഫാണ്, സ്വയം ഇഷ്ടമാണ്. അപ്പൊ ഈ പഴയ മനുഷ്യൻ എന്ത് ചെയ്യണം? 2 കൊരിന്ത്യർ 5-ാം അധ്യായം, 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ, 2 കൊരിന്ത്യർ 5:17, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അവൻ പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അപ്പൊ ഇത് നമുക്ക് വലിയ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, ഇത് ഭയങ്കര തെറ്റായ ഒരു ധാരണ നമുക്കുണ്ടാകുന്നുണ്ട്. അതായത് എവിടെയെങ്കിലും ഒരു മനുഷ്യനെ വിളിക്കും, യേശു ക്രിസ്തുവിനെ നീ രക്ഷകനായി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഈ പാവപ്പെട്ട സമ്മർദ്ദം കാരണം പല സമ്മർദ്ദം കാണും. അവസാനം അവൻ യേശു ക്രിസ്തുവിനെ, അപ്പോഴേക്കും ഇവിടെ നിന്ന് ഒരാൾ യേശു ക്രിസ്തു എന്നറിയുമ്പം പറയും, യേശു ക്രിസ്തു എന്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദൈവം അവനെ മരിച്ചവരുടെ ഉയർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദൈവം അവനെ മരിച്ചവരുടെ ഉയർപ്പിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു, ഓ ഈ സഹോദരൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴേ പറയും, ഇതാ ഇവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. പുതിയ സൃഷ്ടിയായോ? നോ, ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയൊന്നും ആകില്ല. ഇത് കണ്ണു വയ്ക്കുന്നതിനിടയിൽ അങ്ങോട്ട് വന്ന് യേശു കർത്താവെന്ന്, അവിടെ ഒരു യുദ്ധം ആരംഭിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടം. ഞാൻ നല്ല പോർപൊരുതി ഓട്ടം തിരിച്ച് വിശ്വാസം കാത്തു. അപ്പൊ പോരാട്ടമുണ്ട്, ഒരു ഓട്ടമുണ്ട്. പോരാട്ടം ആരോടാ? വാഴ്ചകളോട് അധികാരങ്ങളോടും അല്ല, അന്ധകാര ലോകത്തിലെ ദുഷ്ട സൈന്യങ്ങളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോട്, വാഴ്ചകളോട് ഒക്കെ പോരാട്ടമുണ്ട്. ഓട്ടം എന്ന് പറഞ്ഞാൽ ഓട്ടം പലതുണ്ട്. ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് ഓടുവീൻ, പൗലോസ് പറയാണ്. ജഡമോഹങ്ങളെ വിട്ട് ഓടുവീൻ. പൊത്തിഫേറിന്റെ ഭാര്യയുടെ കിടക്കമുറിയിൽ നിന്ന് യോസഫ് ഓടി. അപ്പൊ അങ്ങനെ ഒരു ഓട്ടമുണ്ട്. അപ്പൊ ഈ ഓട്ടവും പോരാട്ടവും നടത്തിക്കൊണ്ട് വിശ്വാസത്തെ കാക്കണം. ഇതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്തത്. അല്ലാതെ നമ്മൾ ഓവർനൈറ്റ് മാജിക്ക് വാൻറ്റ് ഇങ്ങനെ വെച്ച് അന്നേരം അതുവരെ ഇരുന്ന തവള രാജകുമാരിയായി മാറി.
എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റർ വന്ന് യേശു കർത്താവാകുന്നു, എന്നാലും ഇവൻ പുതിയ സൃഷ്ടിയായി. എവിടെ പുതിയ സൃഷ്ടിയായി? പഴയ മനുഷ്യനിരിക്കുകയാണ്. ആ പഴയ മനുഷ്യനെ അതിന്റെ സകല രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിക്കണം. അപ്പൊ ഇത് നമ്മുടെ ഈ ഇതിന് പരിശുദ്ധാത്മാവ് വരുന്നത്. ഇതാണ് തൃത്വം. അതാണ് അതിന്റെ തത്വം. ഹോളി സ്പിരിറ്റ് വന്നു. ഇപ്പൊ നമ്മൾ ഹൃദയത്തെ തുറന്നു കൊടുത്തു. നമ്മുടെ ഹൃദയം ഒരു വീടാന്ന് വെച്ചു. നമുക്ക് എത്ര പേർക്ക് അതൊക്കെ ഇഷ്ടമുള്ളേ, ദൈവത്തിന് നമ്മെ സമർപ്പിക്കാൻ? യേശുവിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലോട്ട് യേശു വരികയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഞാനിതൊക്കെ എന്നോട് തന്നെ ചോദിക്കുകയും ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പങ്കുവെക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതൻ പറഞ്ഞു, ഈ പുള്ളി പറയുന്നതൊന്നും ഗൂഗിളിൽ നോക്കിയിട്ട് കാണുന്നില്ലെന്ന്. ഞാൻ പറയുന്നത് ഗൂഗിളിൽ നോക്കിയാൽ, ബൈബിളിൽ നോക്കിയാൽ കാണാം. ഗൂഗിളിൽ നോക്കിയിട്ടല്ലല്ലോ ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്ന, യേശു നമ്മുടെ വീട്ടിലോട്ട് വരിക. ഉദാഹരണം, നിങ്ങളുടെ വീട്ടിലോട്ട് വരിക. അപ്പൊ കോളിംഗ് ബെൽ അടിച്ചു. നിങ്ങൾ പോയി ഡോർ തുറന്നപ്പോൾ യേശുവാ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിച്ചാൽ ആരാണ്? നിങ്ങൾ മനസ്സിലാകത്തില്ലല്ലോ. യേശു സ്വയം പരിചയപ്പെട്ടു, ജീസസ് ഓഫ് നസറത്ത്. ഓ, കർത്താവ് വന്നു. കർത്താവാ വന്നേ. കർത്താവ് ഊണിന് കാണുമല്ലോ അല്ലേ? ഓ, ഊണിനും കാണും, ഞാൻ കഴിഞ്ഞ് അത്താഴത്തിനും കാണും. അപ്പോഴേ അകത്തൊരു വെള്ളിടി വെട്ടി. നിങ്ങളുടെ ആക്ച്വലി വരികയെന്ന് വെച്ചോ, നിങ്ങളുടെ വീട്ടിലോട്ട്. നിങ്ങളുടെ വീട്ടിൽ വന്നു, കർത്താവ് വന്നു, നിങ്ങളോട് താമസിക്കുകയാണ്. നിങ്ങളും ഭാര്യയായിട്ടുള്ള സംസാരമൊക്കെ കേട്ട്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കേട്ട്, ഇടപാടെല്ലാം കണ്ട് വീട്ടിനകത്ത് ഇരിക്കുക. അടുക്കള ഇടയ്ക്ക് നിൽക്കുന്നതാണ്, ഇടയ്ക്ക് ആ കൗച്ചയിലിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടം വരും? 1-2 ദിവസമൊക്കെ ഭയങ്കര ആഘോഷമായിരിക്കും. അപ്പോഴേക്കും വീട്ടുകാരനൊരു ഇച്ചിരി വെള്ളമായിട്ട്, ഒരു ചെറിയ ചിരിയായിട്ട് കർത്താവിൻ്റെ അടുത്ത്, കർത്താവ് എന്നതാടാ ഓമച്ച? കർത്താവ് ഇത് വെള്ളമാ. ഞാൻ കുടിച്ചോളാം. അല്ല കർത്താവിന് കുടിക്കാമല്ലോ, ഇതൊന്ന് വീഞ്ഞാക്കി തരണം. കർത്താവ് വീഞ്ഞാക്കി തന്നു. അതൊക്കെ ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് വെള്ളം വീഞ്ഞാക്കി കിട്ടി. അന്നേരം പെമ്പറോത്തൊക്കെ മീൻ മറക്കാനില്ല. അപ്പൊ കർത്താവ് വെച്ചാലും മീൻ ഫ്രിഡ്ജിനകത്ത് ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ, ഇതൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും അങ്ങനെ ഭാര്യയും ഭർത്താവും കർത്താവുമായിട്ട് ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കുക. 2 ദിവസമായി കഴിയുമ്പോഴേക്കും ബെഡ്റൂമിലിരിക്കും ഭാര്യ ഭർത്താവിനോട് ചോദിക്കും, ഇത് ഞാൻ പോകുന്നില്ലേ? അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഭർത്താവ് ചെന്ന് മുരടനക്കും. അപ്പൊ യേശു ചോദിക്കും, എന്താ? അല്ല, ശുശ്രൂഷയൊന്നും ഇല്ലേ? പകലെ പ്രസംഗിക്കാനൊക്കെ പോകണ്ടേ ഇവിടെ? എന്ന് പറഞ്ഞാൽ കുറച്ചു നേരമേലും കർത്താവ് ഞങ്ങളെ ഒന്ന് വിട്ടേ ഇല്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്വാതന്ത്ര്യവും ഒരു പ്രൈവസി അല്ല, നിങ്ങൾക്ക് വേണോ അത്? അപ്പോ ഇതാണ് ബോൺ സെർവന്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ് എന്ന് പൗലൂസ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഞാൻ പറയും. നമുക്കൊന്നും അത്ര താല്പര്യമൊന്നുമില്ല ഈ കർത്താവിനോട്. ഭയങ്കര പാട്ടുകൾ, ഇപ്പോഴത്തെ കുറെ പിള്ളേരുടെ പാട്ടുണ്ട്. നീ എന്റെ ചങ്കല്ലേ, നീ എന്റെ കരളല്ലേ, നീ എന്റെ കരളിന്റെ കുളിരല്ലേ, എന്താ താതന്റെ മാർവല്ലേ. ഈയിടെ ഞങ്ങളുടെ ചർച്ച ചെയ്യുന്ന ഒരുത്തം പാടുന്നുണ്ട്. അതിനിടയിലും ടെക്സ്റ്റ് ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. താതന്റെ മാർവിന്നായിരിക്കും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എത്രത്തോളം ട്രൂത്ത്ഫുൾ ആണ്. ട്രൂത്ത്ഫുൾ ടു അവർ സെൽസ്. നമ്മളോട് തന്നെ സത്യസന്ധരാകുക. എന്നിട്ട് പറയുക, നമ്മൾ എത്ര % കർത്താവിന് കൊടുത്തു. നമ്മുടെ അതൊക്കെ കൊടുക്കും. നമ്മുടെ സമയം കൊടുക്കും, നമ്മുടെ പണം കൊടുക്കും. സ്വത്രാഴ്ചയൊക്കെ ഇടും, ദോഷം പറയില്ലേ. നമ്മുടെ പണം കൊടുക്കും, നമ്മുടെ സമയം കൊടുക്കും, വേണമെങ്കിൽ നമ്മുടെ സർവീസ് കൊടുക്കും, നമ്മുടെ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ, പാവിരിക്കാനോ പന്തലിടാനോ ഒക്കെ ചിലപ്പോൾ നമ്മൾ പോയെന്നിരിക്കും. പക്ഷെ ഇതെല്ലാം കൊടുത്താലും നമ്മളെ കൊടുക്കത്തില്ല. അപ്പൊ നമ്മളെയാണ് കൊടുക്കേണ്ടത്. പണ്ടൊരു വീട്ടിൽ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഒരു വലിയ വീടാണ്. ഞാനവിടെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു, ഞാൻ ആ നടുക്കത്ത് കയറി ചെല്ലുമ്പോൾ ഒരു ഓളുണ്ടാവുമെന്ന് പ്രാർത്ഥിച്ചു. പുതിയ വീട് വെച്ചാ. അപ്പൊ പുള്ളി പറഞ്ഞു, ഓരോ മുറിയിലും വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ ഓരോ മുറിയിലും പോയി പ്രാർത്ഥിക്കുക. ഈ വീടൊക്കെ നമ്മളെ കാണിക്കാനായിരിക്കും എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഓരോ മുറിയിലും പ്രാർത്ഥിച്ചത്. ഒരു മുറി അടച്ചിട്ടിരിക്കുക. അപ്പൊ ആ മുറിയിലോട്ട് കയറാതിരിക്കുക. പുള്ളി ഞാൻ അവിടെ പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞു. വേണ്ട, ആ മുറി കഴിച്ച് ബാക്കി മുറിയെല്ലാം പ്രാർത്ഥിച്ചിട്ട് വന്നു. അപ്പൊ എന്റെ കൂടെ ഒരുത്തനുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ അതെന്താ ആ മുറി? അവൻ ചേട്ടാ എനിക്കറിയത്തില്ല, ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അയാൾ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പ്രാർത്ഥിച്ച് ഞാൻ പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും
ഇവൻ എന്നോട് ചോദിച്ചു, അല്ല എന്നാലും ആ മുറിക്കകത്ത് എന്നതായിരിക്കും. ഞാൻ പറഞ്ഞേട്ടാ അതിനകത്ത് എന്നതിലാട്ടെ, നിനക്കെന്തുവാ? കുറെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കും, എന്നാലും അച്ഛൻ ആ മുറിക്കാതെ. ഞാൻ പറഞ്ഞാ നിനക്ക് അവിടെ നിന്ന് കവർ വല്ലതും കിട്ടിയോ? അത് പ്രാർത്ഥിക്കാൻ പോയത്. എനിക്കൊരു കവർ കിട്ടി. എന്നാ പിന്നെ നീ മിണ്ടാരി, അത്രേ ഉള്ളെന്ന്. നിനക്ക് കവർ കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ എനിക്കൊരു ചിന്ത, എന്നാലും ആ മുറിക്കകത്ത് തന്നെ ആയിരിക്കും. ഞാൻ പിന്നെ അവനെ വിളിച്ചേടാ എന്തായാലും ഞാൻ പറഞ്ഞ അച്ഛനല്ലോ ഞാൻ ചിന്തിക്കണ്ട. ശരിയാ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഹൃദയം വലിയൊരു വീടാന്ന് വെക്കുക. നമ്മൾ എത്ര മുറിയില്ല കർത്താവിനെ കയറ്റുന്നേ. അപ്പൊ കർത്താവിനെ പ്രവേശനമില്ലാത്ത ഒരു രഹസ്യ ഒളിയിടം ഓരോ വിശ്വാസിയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ആസ് ലോങ് ആസ് ആ ഒളിസ്ഥലം ഉള്ളിടത്തോളം അതാണ് സെൽഫ്, അതാണ് പഴയ മനുഷ്യൻ. അവിടെ ആ പഴയ മനുഷ്യൻ ഇരിക്കുകയാണ്. അവിടെ ആ മുറി ഇടിച്ചു തുറന്ന് അവനെ ക്രൂശിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അപ്പൊ അതാണ് സെൽഫിനെ സറണ്ടർ ചെയ്യുക. ഇത് നമ്മൾ നോക്കുമ്പോൾ ട്രിനിറ്റിയിലേക്ക് നോക്കുമ്പോൾ പിതാവ് തന്റെ പ്രമോദമായിരുന്ന പുത്രനെ, ഒരു ദൂതനെ അല്ല അയച്ചത്, ഏകജാതനായ പുത്രനെ അയച്ചു. സെൽഫ് ഗിവിങ്, സെൽഫ് സാക്രിഫൈസ്. പുത്രൻ വന്നിട്ട് പുത്രൻ തന്റെ ഒരു ഇച്ഛയും അന്വേഷിക്കുന്നില്ല, ഒരു ഹിതവും അന്വേഷിക്കുന്നില്ല, പിതാവിന്റെ ഹിതം അന്വേഷിക്കുകയാണ്. പരിശുദ്ധാത്മാവ് തന്റെ ഐഡന്റിറ്റി പോലും മറച്ചു വെച്ചിട്ട് പിതാവിനെയും പുത്രനെയും ഗ്ലോറിഫൈ ചെയ്യുകയാണ്. മ്യൂച്വൽ ഡിഫറൻസ്, മ്യൂച്വൽ ഗ്ലോറിഫിക്കേഷൻ, പരസ്പരം ആദരിക്കുന്നു, സമർപ്പിക്കുന്നു തങ്ങളെ തന്നെ. ഈ ട്രിനിറ്റേറിയൻ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യണം. അതാണ് ദൈവത്തിന്റെ ഹിതം. ആ ദൈവത്തിന്റെ ഹിതമാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നത്. ആകയാൽ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ലിവിങ് സാക്രിഫൈസ്, ജീവനുള്ള യാഗം. ജീവനുള്ള യാഗമായി നിങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവീൻ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. അപ്പൊ ദൈവഹിതത്തിന്റെ 3 സ്റ്റെപ്പാണ്, 3 ഗ്രേഡാണ്. നന്മയുടെ ഹിതം, പ്രസാദത്തിന്റെ ഹിതം, പൂർണ്ണതയുടെ ഹിതം. ഗുഡ് വിൽ, അക്സെപ്റ്റബിൾ വിൽ ആൻഡ് പെർഫെക്റ്റ് വിൽ. അപ്പൊ ഗുഡ് വിൽ ഓഫ് ഗോഡ്, അക്സെപ്റ്റബിൾ വിൽ ഓഫ് ഗോഡ്, പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. അപ്പൊ ഈ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൈമറി, ഇത് സെക്കൻഡറി, ഇത് ഹൈസ്കൂൾ, ഹയർ ലെവല്. അപ്പം പ്രൈമറി ലെവലിലാണ് പലരും നിൽക്കുന്നത്. ഗുഡ് വിൽ ഓഫ് ഗോഡ്, ഓക്കെ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു അല്ലേ, പെന്തക്കോസ്താവേ പോകുന്നു, ഓക്കെ, ഗുഡ് വിൽ. നന്മയുടെ ഒരു ഹിതത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്, അത് മേടിച്ച്. പ്രസാദമുള്ള ഹിതം, ദൈവത്തിന് പ്രസാദമുള്ളത് വരാൻ നാം അവന് പ്രസാദം വരുമാറ് ഭക്തിയോടെ സേവ ചെയ്യുക. അപ്പൊ ആ പ്രസാദത്തിന്റെ ഹിതം. പക്ഷെ ആ പ്രസാദത്തിന്റെ ഹിതത്തിൽ നിന്ന് പൂർണ്ണതയുടെ ഹിതത്തിലേക്ക്, പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിലേക്ക് പോകുമ്പോൾ ഈ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുക. അതിനാണ് ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് ആത്മാഭിലാഷം ജഡാഭിലാഷം ആത്മാഭിലാഷത്തിനും വിരോധമായിരിക്കുന്നു. അപ്പോൾ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ് വൺ പേഴ്സൺ ക്യാൻ ക്രൂസിഫൈ ഹിസ് സെൽഫ്. അപ്പൊ ഇഫ് യു ലൈക്ക് ടു ക്രൂസിഫൈ യുവർ സെൽഫ്, ദ ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് യു. അപ്പോൾ ജഡത്തിന്റെ അഭിലാഷം, പഴയ മനുഷ്യനും പരിശുദ്ധാത്മാവും ശത്രുക്കളാണ്. അപ്പൊ ഈ പഴയ മനുഷ്യനെ പരിശുദ്ധാത്മാവിനെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ റെസിഡന്റ് ആയാൽ പോരാ, പ്രസിഡന്റ് ആണ്. ഇത് നമ്മൾ റെസിഡന്റ് പെർമിറ്റാ കൊടുക്കുന്നത്. റെസിഡന്റ് ആയിട്ട് കർത്താവ് ഇവിടെ താമസിക്കും. നമ്മളുണ്ടല്ലോ ഈ ഗസ്റ്റ് ആയിട്ട് ഒക്കെ താമസിപ്പിക്കുമല്ലോ ആളുകളെ, പേയിങ് ഗസ്റ്റായിട്ട് താമസിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഗസ്റ്റായിട്ട് താമസിപ്പിക്കും. ഇപ്പൊ നമ്മളൊരു വീട്ടിൽ പോയി താമസിക്കുകയാണെങ്കിൽ ആ വീട്ടുകാർ പറയും സ്വന്തം വീട് പോലെ കരുതിക്കോളാനൊക്കെ പറഞ്ഞാലും നമുക്ക് അങ്ങനെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യവും അവിടെ ചെയ്യാൻ പറ്റില്ല. ഒരു പരിമിതിയുണ്ട് നമ്മുടെ അകത്ത് തന്നെ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹോളി സ്പിരിറ്റിന് റിസ്ട്രിക്ഷൻ വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും മീറ്റിംഗ് പോയി വെൽക്കം ഹോളി സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒച്ച പാടും. ഈ വെൽക്കം ഹോളി സ്പിരിറ്റ് യു ആർ വെൽക്കം ഇൻ ദിസ് പ്ലേസ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പാടുന്നത്. എവിടെയാ? ആ കെട്ടിടത്തിനകത്ത്. നല്ല സൗകര്യമല്ലേ പരിശുദ്ധാത്മ ഇതിലെല്ലാം നടന്നോളാൻ. പരിശുദ്ധാത്മ അതിലൊന്നും നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്.
യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നീയാണ് ദൈവത്തിന്റെ ആലയം. അപ്പൊ നിന്നിലേക്കാണ് വരുവാൻ. അപ്പൊ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. അപ്പൊ നമ്മുടെ ലൈഫിനെ യാഗമായി സമർപ്പിക്കണം. ബൈബിളിൽ സമർപ്പിക്കപ്പെട്ട സകല യാഗങ്ങളും അഗ്നിയാൽ മാത്രമേ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളൂ. അഗ്നിക്ക് വിരോധമായി പറയുന്ന കുറെ പുണ്യവാളന്മാർ ഇവിടെ ഉണ്ട്. സമർപ്പിക്കപ്പെട്ട ഏതെങ്കിലും യാഗം അഗ്നി കൂടാതെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അതിനാണ് യാഗങ്ങളൊക്കെ പഠിക്കണം എന്ന് പറയുന്നത്. പി.ടി. തോമസ് പറയുന്നത് കേൾക്കൂ, വി.ഒ. വർഗീസ് പറയുന്നത് കേൾക്കൂ. പി.ടി. തോമസും വി.ഒ. വർഗീസും കൂടെ ഒരുമിച്ച് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. എന്തോ ഈ പറയുന്നേ? ജനങ്ങളെ അന്ധതയിലേക്ക് നയിക്കുക. അപ്പൊ ജീവനും പുതിയ നിയമത്തിന്റെ ഉപദേശമാണ് നമ്മൾ യാഗമായി സമർപ്പിക്കണം. യാഗമായി സമർപ്പിച്ചാൽ അവിടെ അഗ്നി ജ്വലിക്കും. അഗ്നി ജ്വലിക്കുമ്പോഴാണ് അതിന് സ്വീകാര്യത വരുന്നത്. ഈ അഗ്നി ഞാൻ പറഞ്ഞ ദേഹിയിലാണ് കത്തുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡചിന്തകളെ ദഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി ജ്വലിക്കും. അതാണ് ജഡത്തിന്റെ ചിന്ത ആത്മാവിന്റെ ചിന്തയ്ക്കും, ആത്മാവിന്റെ ചിന്ത ജഡത്തിന്റെ ചിന്തയ്ക്കും പ്രതികൂലമാണ്. ഇതാണ് തീ കത്തിക്ക എന്ന് പാടിയതിന്റെ അർത്ഥം. അതാണ് പിതാക്കന്മാര് പാടിയെന്ന് പറഞ്ഞു. അവർക്ക് സമാഗമന കൂടാരത്തെക്കുറിച്ചും യാഗങ്ങളെക്കുറിച്ചും ഒക്കെ നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പാടിയത്. അപ്പൊ ഈ തീ കത്തുന്നതാണ്. അതാണ് അഗ്നിയുടെ സ്നാനം, അതല്ല അഗ്നിയുടെ അഭിഷേകം. ആ അഗ്നി ജ്വലിക്കണം. ആ അഗ്നിയിൽ ജ്വലിച്ചത് ഇല്ലാതെയാകണം പഴയ മനുഷ്യൻ. അതാണ് പരിശുദ്ധാത്മാവിന്റെ. അതാണ് പൗലോസ് അപ്പോസ്തലൻ റോമർ 12:1 പറയുന്നത്, നമ്മൾ യാഗമായി സമർപ്പിക്കുവിൻ. യാഗമായി സമർപ്പിക്കുവിൻ. ഈ യാഗമായി സമർപ്പിക്കപ്പെടുന്ന ഈ അനുഭവത്തിലേക്ക് ആണ് ഹോളി സ്പിരിറ്റ് നമ്മളെ ക്ഷണിക്കുന്നത്. സെൽഫ് സറണ്ടർ. ഈ സെൽഫ് സറണ്ടറും ഉണ്ട്, സറണ്ടർ ഓഫ് സെൽഫും ഉണ്ട്. എന്ന് പറഞ്ഞാൽ സ്വയത്തെ ക്രൂശിക്കുന്നുണ്ട്, സ്വയം ക്രൂശിക്കുന്നുണ്ട്. രണ്ടാണ്. സ്വയം ക്രൂശിക്കുന്നത്, സ്വയത്തെ ക്രൂശിക്കുന്നത്, ഇത് രണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ ബാങ്കിൽ ജോലിയുള്ളായിരുന്നു മനുഷ്യൻ, ജോലി രാജിവെച്ചു. 40,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു, ജോലി രാജിവെച്ചു, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. അയാള് സ്വയം ക്രൂശിച്ചു. എന്നിട്ട് അയാൾ സഞ്ചിയും തൂക്കി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. ഓരോ മീറ്റിങ്ങിലും ചെല്ലുമ്പോൾ അയാൾ പറയും, എനിക്ക് ഇങ്ങനെ സുവിശേഷ വേലയ്ക്കൊന്നും ഇറങ്ങി നടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ഞാൻ ബാങ്കിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ ആ ജോലി ഞാൻ രാജിവെച്ചു. പഴയ കണക്കാണ് ഞാൻ പറഞ്ഞത് 40,000 രൂപ. അത് പുതിയ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 1,4 ലക്ഷം രൂപ കിട്ടും. എനിക്ക് മാസം 1,4 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ അതെല്ലാം അങ്ങനെ ഒരു വൈബ്രേഷനൊക്കെ കൊടുക്കണം കർത്താവിന് വേണ്ടി. അന്നത്തിനും കേൾക്കുന്നവരല്ലോ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഇയാള് സ്വയം ക്രൂശിച്ചു, പക്ഷെ സ്വയത്തെ ക്രൂശിച്ചില്ല. അപ്പൊ ക്രൂശിക്കപ്പെടാത്ത ആ സ്വയമാണ് ഈ പ്രൈഡ് കൊണ്ടുവരികയാണ്. ഞാൻ ജോലി രാജിവെച്ചു, ഞാൻ ആരായിരുന്നു, ഞാനായിരുന്നു ഞാൻ. അപ്പൊ ആ ഞാൻ എന്ത് ചെയ്യും? ഞാനിപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ ആരാ ക്രൂശിക്കപ്പെട്ടെ? അപ്പൊ ആരും ക്രൂശിക്കപ്പെട്ടില്ല. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ ജീവിത നൗക മറ്റേ ആ പുള്ളിയുടെ കോമ്പസ് ആണിയെ സ്ട്രക്കായിരുന്ന പോലെ അങ്ങനെ സ്ട്രക്കായിട്ടിരിക്കാതെ സ്വർഗീയ കോമ്പസിനാൽ, സ്വർഗത്തിൽ നിന്നുള്ള ആ ദിശാനോക്കി യന്ത്രത്താൽ നയിക്കപ്പെടുന്ന, സ്വർഗത്തിന്റെ നിർദ്ദേശമനുസരിച്ച് നയിക്കപ്പെടുന്ന, ദൈവത്തിന്റെ ഹിതം സീക്ക് ചെയ്യുന്ന, ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ആ സ്വീറ്റ് ഫെലോഷിപ്പിൽ മുൻപോട്ട് പോകുന്ന ഒരു ലൈഫായി തീരണം. അതിനാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം ക്ലോസ് ചെയ്യുമ്പോൾ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ആ തൃത്വത്തിന്റെ മുദ്ര. ഓർത്തഡോക്സ് സഭയുടെ കുർബാന തീരുമ്പോൾ പറയും, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും. പരിശുദ്ധമായ മാമോദിസയുടെ റൂഷ്മായാൽ മുദ്ര കുത്തപ്പെട്ടവരെ, കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരെ. വലിയ അർത്ഥമുള്ള കാര്യങ്ങളായി പറയുന്നു. താഴെ നിൽക്കുന്നവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ കുറെ നാൾ പോയി നിന്ന് എനിക്കൊന്നും പിടികിട്ടിയില്ല. അപ്പൊ കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. കറക്റ്റാണ്. ആ ക്രൂശ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുക.
പരിശുദ്ധാത്മാവിന്റെ മുദ്രയാൽ, ബൈ ദ സീൽ ഓഫ് ഹോളി സ്പിരിറ്റ്, ആ പരിശുദ്ധാത്മാവിന്റെ മുദ്രയാൽ നമ്മൾ വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്രിതരാണ്. എങ്ങനെയാണ്? ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കുകയാണ് നമ്മുടെ ജഡത്തെ ക്രൂശിക്കുവാൻ, നമ്മുടെ സെൽഫിനെ ക്രൂശിക്കുവാൻ. അപ്പോൾ നമ്മൾ ദൈവഹിതം അന്വേഷിക്കുന്നവരായി മാറും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓവർനൈറ്റ് ആരും വിശുദ്ധരോ അത്ഭുതവാന്മാരോ ഒന്നും ആകുന്നില്ല. അങ്ങനെ ഒരു മാജിക് വാൻഡൊന്നും ആരുടെയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയായി, പെന്തക്കോസ്ത് സഭ മെമ്പർഷിപ്പ് എടുത്താലും അവൻ വിശുദ്ധനായെന്ന് അങ്ങനെയൊന്നും അല്ല അർത്ഥം. ദൈവിക ത്രിയേകത്വത്തിൽ കാണുന്ന ആ പരസ്പര ബഹുമാനം, മ്യൂച്വൽ ഡിഫറൻസ്, ആ ആഹ്ലാദപൂർവമായ സമർപ്പണം, ഗ്ലാഡ് സബ്മിഷൻ, അത് നമ്മുടെ ലൈഫിലേക്ക് വരികയാണ്. അത് നമ്മുടെ ലൈഫിൽ പ്രതിഫലിക്കപ്പെടുകയാണ്. വ്യക്തിപരമായും കുടുംബങ്ങളായും സഭയായും 3 തലത്തിലും ഇത് പ്രദർശിപ്പിക്കപ്പെടണം. വ്യക്തിപരമായ ജീവിതത്തിൽ ആസ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ലൈഫിൽ ഈ ട്രിനിറ്റി വെളിപ്പെടണം. വ്യക്തിപരമായി ട്രിനിറ്റി വെളിപ്പെടുന്നത് നമ്മുടെ ലൈഫിൽ, ആ ഫെലോഷിപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കാണാം ആ ക്രിസ്തു എങ്ങനെ ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ചോ അതുപോലെ ദൈവഹിതം അന്വേഷിക്കുന്നവരായി, നമ്മുടെ ഹിതം മാറ്റിവെക്കുന്നവരായി, ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല മനുഷ്യരോടുള്ള ബന്ധത്തിൽ. ഇപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവഹിതം അന്വേഷിക്കുന്നു, ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ അത് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. പക്ഷെ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ഫെലോ ബീയിങ്സ്, മറ്റുള്ളവരോടുള്ള തിരശ്ചീന ബന്ധം, ലംബതലത്തിലുള്ള ബന്ധം. അപ്പൊ ഇത് 2 ബന്ധങ്ങളാണ്. ഇത് രണ്ടുകൂടെ വരുമ്പോഴേ ക്രോസ് ആകത്തുള്ളൂ. അപ്പൊ ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യനോടുള്ള ബന്ധവും, ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും നമ്മുടെ ഇച്ഛകളെ മാറ്റിയിട്ട് അവരുടെ ഇച്ഛകളെ സീക്ക് ചെയ്യുന്നതാണ് ക്രോസ്. ഇതാണ് ക്രൂശ്. ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും നമ്മുടെ ഇച്ഛകളെ മാറ്റിയിട്ട് സെൽഫ് സാക്രിഫൈസ് ചെയ്യുന്നതാണ് ക്രോസ്. എത്രത്തോളം നമ്മൾ അതിൽ വിജയിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞു, ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അളവുകോൽ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മൂല്യവത്താക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഒരു മൂല്യവത്തായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ ത്രിയേക ദൈവത്തിന്റെ മുദ്ര, ഇത് അത്ഭുതമോ മാജിക്കോ അങ്ങനെയല്ല, നമ്മളെ വിളിച്ചിരിക്കുന്ന ആ സ്നേഹത്തിലേക്കും ആ കൂട്ടായ്മയിലേക്കുമാണ്. പക്ഷെ ഇതിന്റെ ആ വശ്യ സൗന്ദര്യം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മാറാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത്, ആകയാൽ അവനെ പ്രതി കഷ്ടത, ഉപദ്രവം, കയ്യേറ്റം ഇതൊക്കെ സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പത്രോസിനെയും കൂട്ടരെയും അപ്പോസ്തലന്മാർക്ക് നല്ല അടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയാണ്, തിരുനാമം നിമിത്തം അപമാനം സഹിക്കുന്നതിൽ അവർ സന്തോഷിച്ചു, അതിയായി സന്തോഷിച്ചു. കാരണം അവർ കണ്ടു കർത്താവിന്റെ വില്ലിംഗ്നെസ് ടു സാക്രിഫൈസ്, വില്ലിംഗ്നെസ് ടു സഫർ, വില്ലിംഗ്നെസ് ടു ഡൈ. കാരണം അവൻ പറഞ്ഞു, ഇവരെ അടുക്ക വിളിച്ചിട്ടാ പറഞ്ഞേ, അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, ഒരുവൻ തന്റെ ജീവനെ രക്ഷിക്കാൻ നോക്കിയാൽ അവൻ അതിനെ കളയും, ഒരുവൻ എന്റെ നിമിത്തം ജീവനെ കളയാൻ നോക്കിയാൽ നിത്യമായി നേടും. അപ്പൊ അടി കിട്ടിയപ്പോൾ അവർ സന്തോഷിച്ചു, കഷ്ടത വന്നപ്പോൾ അവർ സന്തോഷിച്ചു. കാരണം അത് കർത്താവിന്റെ പ്രതിയാണ്, ഒരു ക്രൂശാണ്. ആ ക്രൂശ് എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ നമ്മുടെ ഹിതത്തെ മാറ്റുന്ന, എത്രത്തോളം നമുക്ക് നമ്മുടെ ഹിതത്തെ മാറ്റാൻ കഴിയുന്നോ അത്രത്തോളം ആ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. എത്രത്തോളം വെർട്ടിക്കൽ റിലേഷൻഷിപ്പിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ഹിതം മാറ്റിയിട്ട്, ദൈവമേ നിന്റെ ഹിതം നടക്കട്ടെ. നമ്മുടെ മിനിസ്ട്രി ഒന്നും വലിയ കാര്യമല്ല. നമ്മുടെ മിനിസ്ട്രിയേക്കാളും, ഞാൻ ഈയിടെ ഒരാളോട് ചോദിച്ചാൽ പുള്ളി ഒരു വലിയ കൺവെൻഷനൊക്കെ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ കൺവെൻഷന് തലേദിവസം കർത്താവ് വരാൻ പോകാന്ന് നിന്നോട് പറഞ്ഞ അന്നേരം പറഞ്ഞ കൺവെൻഷൻ കഴിഞ്ഞിട്ട് വന്നാൽ എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചുമ്മാ തമാശ ചോദിച്ചാ. അപ്പൊ നമ്മുടെ ആ ഒരു കാരണം കൺവെൻഷൻ ഒന്ന് ഷൈൻ ചെയ്യാന്ന് ഓർത്താ ഇരിക്കുന്നു. അപ്പോഴാ കർത്താവ് തലേദിവസം വരാമെന്ന് പറയും. എന്താ പറയുക, കൺവെൻഷനോടെ കഴിഞ്ഞിട്ട് വന്നാൽ പോരെ. കാരണം നമ്മുടെ മിനിസ്ട്രിക്കാണല്ലോ പ്രാധാന്യം കർത്താവിനേക്കാളും. അപ്പൊ ഈ കർത്താവിന് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്. പിന്നെ നമ്മുടെ സഹോദരന്മാർ, ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക. മ്യൂച്വൽ ഡിഫറൻസ് നമ്മൾ ട്രിനിറ്റി കാണുന്ന, ഇതാണ് ട്രിനിറ്റിയുടെ നമ്മുടെ ലൈഫിലെ റിഫ്ലക്ഷൻ. ഇതേക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്.
ഇത് നമ്മുടെ ലൈഫിൽ വരിക. ഈ സെൽഫ് സാക്രിഫൈസിലേക്കും ഈ സെൽഫ് ആക്ച്വലൈസേഷൻ ത്രൂ സെൽഫ് സറണ്ടർ, ആത്മസാക്ഷാത്കാരം ആത്മത്യാഗത്തിലൂടെ, അതാണ് ക്രിസ്തീയ സന്ദേശം. അതിനാണ് ട്രിനിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ മെസ്സേജ്. ഞാൻ ത്രിയേക ദൈവസംബന്ധമായ ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഫേസ്ബുക്ക് ലൈവ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്തുവാൻ, നമുക്ക് നമ്മളിലെ നമ്മളെ കണ്ടെത്തുവാൻ, ആത്മാന്വേഷണം, ആ സെൽഫിനെ ക്രൂശിക്കുവാൻ, അതിന് ആണ് ഈ സത്യം. ഇതെല്ലാം കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. ആ ദൈവത്തിൽ അതാണ് സംഭവിച്ചത്. ആ ദൈവികത അതാണ്. പരസ്പരം കീഴടങ്ങുന്നു, പരസ്പരം ബഹുമാനിക്കുന്നു, പരസ്പരം സ്നേഹിക്കുന്നു. സ്വന്തം വ്യക്തിത്വം പോലും മറ്റുള്ളവന്റെ വ്യക്തിത്വത്തിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നു, നിർദ്ധാരണം ചെയ്യുന്നു. നിർദ്ധാരണം ചെയ്തെടുക്കുന്നത് പോലും അവനിൽ നിന്നാണ്. അവനുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാനായിരിക്കുന്നത്. പലരും ചോദിക്കും അവനില്ലായിരുന്നല്ലായിരുന്നു. അവനുള്ളത് കൊണ്ടാണ് ഞാനായിരിക്കുന്നത്. ഞാൻ പാസ്റ്ററാണ്. എന്തുകൊണ്ടാണ് ഞാൻ പാസ്റ്ററായിരിക്കുന്നത്? എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ വിശ്വാസിയാണ് എൻ്റെ ഐഡന്റിറ്റിയെ ഡിറൈവ് ചെയ്ത് നിർദ്ധാരണം ചെയ്തിരിക്കുന്നത് വിശ്വാസിയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ അങ്ങ് പാസ്റ്ററാകുകയല്ല, വിശ്വാസികളാണ് എന്നെ പാസ്റ്ററാക്കുന്നത്. അപ്പം അങ്ങനെ പരസ്പരമുള്ള പരസ്പരമുള്ള കണ്ടെത്തലിലൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ പെരികൊറോസിസ്, ത്രിയേക ദൈവത്തിൽ ആ വ്യക്തികൾ തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ ചടുല നടനം, പടർന്നു കയറൽ, പരസ്പരം ആ വ്യക്തിത്വത്തിലും അതിലും പടർന്നു കയറുന്ന ആ സ്നേഹത്തിൽ ഒന്നായിത്തീരുന്ന ആ അനുഭവം, അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. സഭയിലും ആ സ്നേഹം വിളങ്ങണം. കുടുംബജീവിതത്തിൽ ആ സ്നേഹം വെളിപ്പെടണം. വ്യക്തിപരമായ ജീവിതത്തിൽ ആ സമാധാനവും സ്വസ്ഥതയും വെളിപ്പെടണം. ഇതാണ് ത്രിയേക ദൈവം. ഇതിനാണ് ബെനഡിക്ഷൻ, ട്രിനിറ്റേറിയൻ ബെനഡിക്ഷൻ പറയുന്നത്. ചർച്ചിൽ പറയുന്നത് ട്രിനിറ്റേറിയൻ ബെനഡിക്ഷനാണ്. ത്രിയേക ദൈവത്തിന്റെ കൃപയും കരുണകളും വാഴും അനുഗ്രഹങ്ങളും നമ്മൾ പറയല്ലോ. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാണ് അർത്ഥമാക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് അസ് ടു ക്രൂസിഫൈ ദ സെൽഫ്. ജഡത്തിന്റെ ബലഹീനതകളെ ക്രൂശിക്കാൻ, അതിജീവിക്കാൻ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കും. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. പിതാവിനോടുള്ള ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. അപ്പോൾ ലോകത്തിന്റെ സ്നേഹം നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോൾ, ലോകത്തിന്റെ മോഹം നമ്മളെ വശീകരിക്കുമ്പോൾ, ഈ പിതാവിന്റെ സ്നേഹം അതിനെ ജയിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി പിശാചിനെ ജയിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കൃപ പിശാചിനെ ജയിക്കാൻ നമ്മെ സഹായിക്കും. നമുക്ക് 3 ശത്രുക്കളുള്ളത്: ലോകം, ജഡം, പിശാച്. ലോകത്തെ ജയിക്കാൻ പിതാവിന്റെ സ്നേഹവും, ജഡത്തെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും, പിശാചിനെ ജയിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ സഹായിക്കും. അതാണ് പൗലോസ് അപ്പോസ്തലൻ ആ ബെനഡിക്ഷനിൽ പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിക്കുമാറാകട്ടെ എന്നാണ്. ബി ഇൻ ദ ഫെലോഷിപ്പ് ഓഫ് ബ്ലസ്സഡ് ട്രിനിറ്റി. ആ ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മയുടെ വലയത്തിൽ ആയിരിക്കുക. അതാണ് ഈസ്റ്റ് ആൻഡ് ഓറിയന്റൽ ചർച്ചുകൾ പറയുന്നത് ഈ ത്രിത്വത്തിന്റെ മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ത്രിത്വത്തിന്റെ മുദ്രയാൽ നമ്മൾ രക്ഷിക്കപ്പെടുകയാണ്. ഈ ത്രിത്വം, ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള കൂട്ടായ്മ നമ്മുടെ ലൈഫിലും ആ ശക്തിയോടെയും ആ ചൈതന്യത്തോടെയും പ്രതിഫലിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതവും ധന്യമായി തീരും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സീരീസ് ഓഫ് ക്ലാസ്സസ് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ത്രിയേക ദൈവ സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ, ഫേസ്ബുക്ക് ലൈവ് ടോക്കുകൾ ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സഹകരണത്തിനും എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി. മേ ഗോഡ് ബ്ലസ് യു.